സമൃദ്ധമായി കുറേ പുകഴ്ത്തലുകളൊക്കെ നടത്തിയതിന് ബഹുമാനപ്പെട്ട അച്ഛന് നന്ദി രേഖപ്പെടുത്തട്ടെ. അത്രയൊന്നും അർഹിക്കുന്നില്ലെങ്കിലും ഈ വിഷയത്തോട് കുറച്ചൊക്കെ നീതി പുലർത്താൻ ശ്രമിക്കുന്ന ഒരാളാണ് ഞാനെന്ന് മാത്രം എനിക്ക് എന്നെപ്പറ്റി പറയാൻ പറ്റും. യുദ്ധങ്ങളെന്ന് പറയുന്നത് ഒരിക്കലും അവസാനിക്കാറില്ല എന്നാണ് കണ്ടുവരുന്നത്. ചരിത്രത്തിലെല്ലാം നമ്മൾ കണ്ടിട്ടുള്ളതാണ്. ഒരു യുദ്ധവും അവസാനിച്ച് കണ്ടിട്ടില്ല. വെടിനിർത്തിയിട്ടുണ്ട്, തൽക്കാലത്തേക്കുള്ള സന്ധികൾ ഉണ്ടാക്കിയിട്ടുണ്ട്. പക്ഷെ അതിനപ്പുറത്തേക്ക് ഒരു യുദ്ധവും അവസാനിക്കുന്നില്ല. അടുത്തൊരു ഏറ്റുമുട്ടലിനുള്ള ഒരുക്കവേളയായിട്ട് അല്ലെങ്കിൽ ഒരു ഇടവേളയായിട്ടാണ് മിക്കപ്പോഴും നമ്മൾ ഈ യുദ്ധ സാഹചര്യങ്ങളുടെ അന്ത്യത്തെ കാണുന്നത്. ഒന്ന് കഴിഞ്ഞ് അടുത്തതിലേക്ക് പോകുന്നു. യുദ്ധങ്ങളെല്ലാം ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടാണ് എന്ന് പറഞ്ഞാണ് ഒന്നാം ലോക മഹായുദ്ധം നടന്നത്. 1914 മുതൽ 18 വരെ നീണ്ട വലിയ യുദ്ധം. അതുവരെ ലോകം ഇത്രയും വലിയ വ്യാപകമായ തോതിലുള്ളൊരു യുദ്ധമൊന്നും കണ്ടിട്ടില്ല. ലോകത്തിലെ എല്ലാ സമുദ്രങ്ങളിലും എല്ലാ ആകാശങ്ങളിലും എല്ലാ വൻകരകളിലും മനുഷ്യർ പരസ്പരം കൊന്നൊടുക്കുകയും വെടിവെക്കുകയും ഒത്തിരിയേറെ പുതിയ ആയുധങ്ങൾ പ്രയോഗിക്കുകയും എല്ലാം ചെയ്ത യുദ്ധമായിരുന്നു. അതോടുകൂടി ലോകത്ത് ഇനി പ്രശ്നങ്ങളൊക്കെ അവസാനിക്കും എന്ന രീതിയിൽ ഒത്തിരി പേര് കരുതി. ഇപ്പോൾ ജർമ്മൻ സാമ്രാജ്യം അവിടെ തകർന്നു. പിന്നീട് വേറെ പല ചില്ലറ സാമ്രാജ്യങ്ങളൊക്കെ പിരിച്ചുവിട്ടു. ഇതെല്ലാം കഴിഞ്ഞു. ആ യുദ്ധത്തിൻ്റെ തുടർച്ചയായിട്ട് വീണ്ടും ഒരു 20 കൊല്ലം കഴിഞ്ഞപ്പോൾ രണ്ടാം ലോകമഹായുദ്ധം തുടങ്ങി. രണ്ടാം ലോകമഹായുദ്ധം എന്ന് പറയുന്നത് ഈ ആദ്യത്തെ യുദ്ധത്തിൽ പരാജയപ്പെട്ടവർ തന്നെ വീണ്ടും സംഘടിച്ച് ശക്തരായി വന്ന് നടത്തിയൊരു യുദ്ധം. അത് ലോകം അതുവരെ കണ്ടിട്ടുള്ളതിൽ ഏറ്റവും വിപുലമായ സന്നാഹങ്ങളോടുകൂടിയായിരുന്നു. അപ്പോഴേക്കും വിമാനങ്ങളൊക്കെ ചീറിപ്പായുന്നതും ടാങ്കുകൾ ഞെരിച്ചമർത്തി രാജ്യങ്ങളിലൂടെ കടന്നു പോകുന്നതും ഒരു സാധാരണ കാഴ്ചയായിട്ട് മാറിയായിരുന്നു. അന്ന് ഒന്നാം ലോകമഹായുദ്ധത്തിലൊക്കെ നമ്മൾ കേരളത്തിനും കേരളീയർക്കൊക്കെയുള്ള സാന്നിധ്യം വളരെ പരിമിതമായിരുന്നു. പക്ഷേ രണ്ടാം ലോകമഹായുദ്ധമായപ്പോൾ അതിൻ്റെ അകത്ത് നിരവധി തലങ്ങളിൽ സീപ്പോയി മുതൽ ഏറ്റവും താഴെത്തട്ടിലുള്ള ജോലിക്കാരൻ മുതൽ മുതിർന്ന തലത്തിൽ വരെ ധാരാളം മലയാളികളും ഒക്കെ പങ്കെടുക്കേണ്ട സാഹചര്യം വന്നു. അതും ഇങ്ങനെ 6-7 വർഷം നീണ്ടു നിന്നു. അതിൻ്റെ അവസാനം അണുബോംബ് പ്രയോഗിച്ചു. ഹിറ്റ്ലർ ആത്മഹത്യ ചെയ്തു. ജപ്പാൻ ചക്രവർത്തി കീഴടങ്ങി. ഇതെല്ലാം കഴിഞ്ഞപ്പോൾ ഇനി ഏതായാലും എല്ലാം സമാധാനപരമായിരിക്കുന്നു പൊതുവെ എല്ലാവരും കരുതി. പൊതുവെ കരുതിയത് മാത്രം പിന്നീടുള്ള ഓരോ വർഷവും ഒന്നല്ലെങ്കിൽ മറ്റൊരു വലിയ സംഘർഷത്തിൻ്റെ നടുവിലൂടെയാണ് ലോകം കടന്നു പോന്നിട്ടുള്ളത്. രണ്ടാം ലോകമഹായുദ്ധം അവസാനിച്ചിട്ട് ഇപ്പോൾ ഏതാണ്ട് 80 വർഷമാകുകയാണ്. ജർമ്മനിയിലെ യുദ്ധം അവസാനിച്ചിട്ട് ഇപ്പോൾ 80 വർഷം കഴിഞ്ഞു. ജപ്പാനിലെ യുദ്ധം, ജപ്പാനിലും ഫാർ ഈസ്റ്റിലും ഏഷ്യൻ രാജ്യങ്ങളിൽ യുദ്ധം അവസാനിച്ചിട്ട് 80 വർഷം ആകാൻ പോകുന്നു. പക്ഷേ അതിനുശേഷവും സമാധാനപരമായൊരു ലോകം നമ്മൾ കണ്ടിട്ടില്ല. ഇപ്പോൾ ഇവിടെ ഏറ്റവും അവസാനമായിട്ട് നമ്മൾ 3 യുദ്ധങ്ങളുടെ നടുവിലൂടെയാണ് കടന്നു പോന്നുകൊണ്ടിരിക്കുന്നത്. യുക്രൈനിൽ റഷ്യയുടെ ഒരു ആക്രമണവും അതിനെ തുടർന്നുള്ള യുദ്ധവും ഇന്നും നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്നും പ്രയോഗിച്ചു 500-ലേറെ ഡ്രോണുകളും 100ഓളം മിസൈലുകളും. അതിനുശേഷം പഹൽഗാമിൽ പാകിസ്ഥാൻ്റെ ഭീകരാക്രമണവും അതിന് മറുപടിയായിട്ടുള്ള ഇന്ത്യൻ വ്യോമാക്രമണവും നമ്മൾ കണ്ടു. അതിൻ്റെയൊക്കെ ചൂടാറുന്നതിന് മുമ്പ് യുക്രൈൻ ഇപ്പോഴും നടന്നുകൊണ്ടേയിരിക്കുകയാണ്. അതിന് മുമ്പാണ് ഇസ്രായേൽ ഇറാനെ ആക്രമിച്ചത്. ഇതൊക്കെ എന്തിനു വേണ്ടിയാണ് എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ മാറി നിന്ന് ആലോചിച്ച് കഴിയുമ്പോൾ വലിയ കാര്യങ്ങളൊന്നും ഇതിൻ്റെ പുറകിൽ കാണില്ല. റഷ്യയെ സംബന്ധിച്ചുള്ള അവർക്ക് യുക്രൈൻ പിടിച്ചടക്കും, അതാണ് അവരുടെ ഒരു മോഹം. അവർ പണ്ട് 2014 അവർ യുക്രൈനിൻ്റെ ഭാഗമായിരുന്ന ക്രൈമിയ എന്ന് പറയുന്ന പ്രദേശം പിടിച്ചടക്കി. അത് പിടിച്ചടക്കിയപ്പോൾ അവർക്ക് ഒരു സ്ട്രാറ്റജിക്കായിട്ട് പ്രതിരോധപരമായിട്ട് അല്ലെങ്കിൽ സൈനികമായിട്ട് അവർക്കൊരു വലിയ നേട്ടം കിട്ടുന്ന ഒരു കാര്യമുണ്ടായിരുന്നു. കരിങ്കടലിൻ്റെ നിയന്ത്രണം മുഴുവനായിട്ട്, ബ്ലാക്ക് സീ എന്നറിയപ്പെടുന്ന കരിങ്കടലിൻ്റെ നിയന്ത്രണം മുഴുവനായിട്ട് അവർക്ക് കിട്ടി. അത് അവരെ സംബന്ധിച്ചുള്ള അവരുടെ ഒരു വലിയ പ്രശ്നമാണ്. കാരണം അതല്ലെന്നുണ്ടെങ്കിൽ അവർക്കുള്ള തുറമുഖങ്ങൾ പലതും വർഷത്തിൽ 7-8 മാസം മാത്രം പ്രവർത്തിപ്പിക്കാൻ പറ്റുന്നതാണ്. ഈ കരിങ്കടലിലെ തുറമുഖങ്ങൾ 12 മാസവും പ്രവർത്തിപ്പിക്കാൻ പറ്റും, സജീവമായിട്ട് നിൽക്കുന്നതാണ്. അപ്പോൾ അത് അവരെ സംബന്ധിച്ച് ഒരു സാമ്പത്തിക ആവശ്യമായിരുന്നു. അതിൻ്റെ സ്ട്രാറ്റജിക്ക് പ്രാധാന്യം വെച്ചുകൊണ്ട് അവർ കയ്യേറി എന്നുള്ള രീതിയിൽ അന്ന് മറ്റ് രാജ്യങ്ങളൊക്കെ
ആ പോട്ടെ എന്ന് പറഞ്ഞ് കണ്ണടക്കുകയോ ചിലരൊക്കെ അതിനെപ്പറ്റിയുള്ള വിലാപം കേട്ടില്ല എന്ന് നടിക്കുകയോ ഒക്കെ ചെയ്തു. പക്ഷേ പിന്നീട് വന്നു കഴിഞ്ഞപ്പോൾ അവർക്ക് യുക്രൈൻ മുഴുവൻ വേണമെന്നായി. അവരവിടെ കയറി ആക്രമണം നടത്തി തിരിച്ച് യുക്രൈനും പൊരുതിക്കൊണ്ടിരിക്കുന്നു. ഇപ്പോഴത്തെ യുദ്ധങ്ങളുടെ ഒരു പ്രത്യേകത നിങ്ങൾക്ക് 1,00,000 ഭടന്മാരുണ്ടോ 10,000 ഭടന്മാരുണ്ടോ എന്നുള്ളതല്ല, നിങ്ങൾക്ക് ഏറ്റവും പുതിയ സാങ്കേതിക വിദ്യ ഉണ്ടോ എന്നുള്ളതാണ്. യുക്രൈൻ ഒരു ചെറിയ രാജ്യമാണ്. യുക്രൈനിൽ അധികം വലിയ ജനസംഖ്യയുമില്ല. റഷ്യ വളരെ വലിയ രാജ്യമാണ്. യുക്രൈനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ വലിയ ജനസംഖ്യയുണ്ട്. 10-18 കോടിയോളം ജനങ്ങളുണ്ട്. പക്ഷേ ജനസംഖ്യ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അത് കാരണം ഇപ്പോൾ അവർക്ക് യുദ്ധത്തിന് ചേരാൻ ആൾക്കാരെ മറ്റ് രാജ്യങ്ങളിൽ നിന്ന് വാടകയ്ക്കെടുക്കുകയും വിലക്കെടുക്കുകയും ഒക്കെ ചെയ്യേണ്ട സാഹചര്യം വന്നിട്ടുണ്ട്. അത് വേറെ കാര്യം. എന്തായിരുന്നാലും അവർ ആ രാജ്യത്തെയും പിടിച്ചെടുക്കാൻ ശ്രമിച്ചു. അതിൻ്റെ അകത്ത് ഇപ്പോൾ 2 വർഷം കഴിഞ്ഞ് മൂന്നാമത്തെ വർഷത്തിൽ ഓടിക്കൊണ്ടിരിക്കുന്ന യുദ്ധത്തിൽ അവർ 2-3 ആഴ്ച കൊണ്ട് അല്ലെങ്കിൽ 2-3 മാസം കൊണ്ട് ആ രാജ്യത്തെ കീഴടക്കാമെന്ന് കരുതിയ സ്ഥാനത്ത് അതൊന്നും അത്ര പെട്ടെന്ന് നടക്കില്ല എന്ന ബോധ്യം വന്നു. കാരണം സാങ്കേതികവിദ്യ, ലോകത്ത് സാങ്കേതികവിദ്യ അങ്ങ് മാറി. നിങ്ങൾക്ക് 10,000 ഭടന്മാരെ അണിനിരത്തിക്കൊണ്ട് വന്നു കഴിഞ്ഞാലും നമ്മുടെ ഡ്രോണുകൾ, മിസൈലുകൾ, ഇതുപോലുള്ള ഒത്തിരി സാങ്കേതികവിദ്യ വന്നതോടെ, അതുപോലെ ഈ സംഗതികളുടെ എല്ലാം സൈനിക നീക്കങ്ങളുടെയും അതിൻ്റെ വിന്യാസത്തിൻ്റെയും എല്ലാം ദൃശ്യങ്ങൾ അപ്പോഴപ്പോൾ ആ നിമിഷം എതിർ ചേരികൾക്ക് കിട്ടാവുന്ന രീതിയിലുള്ള ഉപഗ്രഹ സംവിധാനങ്ങൾ ഇതെല്ലാം വന്നു കഴിഞ്ഞതോടെ ഒരു രാജ്യത്തിനും മറ്റൊരു രാജ്യത്തെ ഞെട്ടിപ്പിക്കുന്ന തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യാൻ പറ്റില്ല എന്നു. അതാണ് യുക്രൈൻ്റെ കാര്യത്തിൽ സംഭവിച്ചത്. യുക്രൈനെ സംബന്ധിച്ചവർക്ക് നാറ്റോയുടെയും അതിൻ്റെ കൂടെയുള്ള അമേരിക്ക, ജർമ്മനി, ബ്രിട്ടൻ തുടങ്ങിയ രാജ്യങ്ങളുടെയും എല്ലാം സാമ്പത്തികവും സാങ്കേതികവുമായ സഹായമുണ്ട്. ആ രാജ്യങ്ങളെല്ലാം സഹായിക്കുന്നത് കൊണ്ട് റഷ്യൻ നീക്കങ്ങളെ സംബന്ധിച്ച് അവർക്ക് വളരെ കൃത്യമായ വിവരങ്ങൾ കിട്ടുന്നു. എവിടെ ആക്രമിച്ചു കഴിഞ്ഞാൽ അത് തടയാൻ പറ്റുമെന്നുള്ള ഇത് കിട്ടുന്നു. അതിനുള്ള ഉപകരണങ്ങൾ, ആയുധങ്ങൾ, സാങ്കേതികവിദ്യയൊക്കെ അവർക്ക് കൊടുക്കുന്നു. അപ്പോൾ എന്തു പറ്റി? 2-3 മാസം കൊണ്ട് തീരേണ്ട ഇതിപ്പോൾ 3 കൊല്ലം ആറായിട്ടും എങ്ങും എത്തിയിട്ടില്ല. അതിനുശേഷമാണ് ഇപ്പോൾ പശ്ചിമേഷ്യയിൽ വന്നത്. പശ്ചിമേഷ്യ എന്ന് പറയുന്നത് കഴിഞ്ഞ ഒരു നൂറ്റാണ്ടിലേറെയായിട്ട് ലോകത്തിൽ ഇങ്ങനെ സംഘർഷങ്ങളുടെ ഒരു മേഖലയാണ്. ഒരു നൂറ്റാണ്ടല്ല, കുറേയേറെ കാലമായി എന്ന് വേണമെങ്കിൽ പറയാം. അതിൽ ഏറ്റവും അവസാനമായിട്ട് അവിടെ വന്നു ചേർന്ന അതിഥിയാണ് ഇപ്പോൾ അവർക്ക് എല്ലാവർക്കും വലിയ പ്രശ്നമായിട്ട് വരുന്നത്. 1914 ബാൽഫോർ ഡിക്ലറേഷൻ എന്ന് പറയുന്ന ഒരു പ്രഖ്യാപനത്തിലൂടെ പലസ്തീൻ എന്ന പ്രദേശത്ത് യഹൂദരെ പുനരധിവസിപ്പിക്കാൻ പാശ്ചാത്യ ശക്തികൾ തീരുമാനിച്ചു. 1-ാം ലോകയുദ്ധത്തിനിടയിൽ നടന്നൊരു വലിയ കാര്യമാണത്. അപ്പോൾ 10,000-2000 വർഷം മുമ്പ് പലസ്തീനിൽ നിന്ന് ചിതറിക്കപ്പെട്ട ഒരു സമൂഹമാണ് യഹൂദർ. എല്ലാവർക്കും അറിയാവുന്ന ഒരു ചരിത്രവും കഥയും വസ്തുതയും ഒക്കെയാണ്. അവിടെ നിന്ന് അവർ ചിതറിക്കപ്പെട്ടു. പിന്നീട് അവർ പലതവണ അവിടെ AD-യുടെ ആദ്യത്തെ നൂറ്റാണ്ടുകളിൽ പലവട്ടം അവിടെ തിരിച്ചു കയറാൻ ശ്രമിച്ചെങ്കിലും അവർക്കത് സാധിച്ചില്ല. പിൽക്കാലത്ത് സൗദി അറേബ്യയിൽ നിന്ന് വന്ന മുസ്ലിം ഗ്രൂപ്പുകൾ ഇവരെ പരിപൂർണമായിട്ട് അവിടെ നിന്ന് നിഷ്കാസനം ചെയ്തു. ഇവർ ഒത്തിരി കാലം, അനേക നൂറ്റാണ്ടുകൾ യൂറോപ്പിൽ ഇവർ ഗതി കിട്ടാതെ അലഞ്ഞു എന്ന് വേണമെങ്കിൽ പറയാം. നമ്മളൊക്കെ 17-ാം നൂറ്റാണ്ടിലൊക്കെ ജീവിച്ചിരുന്ന ഷേക്സ്പിയറുടെ കൃതികളൊക്കെ പലതും കേൾക്കുകയോ വായിക്കുകയോ ഒക്കെ ചെയ്തിട്ടുള്ള ആയിരിക്കും. അതിൻ്റെ ഒരു മർച്ചൻ്റ് ഓഫ് വെനീസിലെ ഒരു കഥാപാത്രമുണ്ട്. യഹൂദനാണ്, പലിശയ്ക്ക് പണം കൊടുക്കുന്നയാൾ. ഒഥല്ലോ എന്ന് പറയുന്ന നാടകത്തിലുമുണ്ട് അതുപോലെ ഒരു കഥാപാത്രം, ഷൈലോക്ക്, യഹൂദനാണ്. യൂറോപ്പിൽ ഇവർ ഒത്തിരിയേറെ പീഡിപ്പിക്കപ്പെടുകയും തെറ്റിദ്ധരിക്കപ്പെടുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. അവരെ പല രീതിയിൽ ഉപദ്രവിച്ചിട്ടുണ്ട്. ഇതിൻ്റെ എല്ലാം അവസാനമായിട്ട് 19-ാം നൂറ്റാണ്ടിൻ്റെ അവസാനത്തിൽ യൂറോപ്പിലും അമേരിക്കയിലും ഒക്കെ അല്പം സമ്പന്നരായ യഹൂദരെ ചേർന്ന് തങ്ങൾക്കൊരു രാജ്യം ഉണ്ടാക്കി തന്ന് തങ്ങളെ അവിടെ കുടിയിരുത്തുക, നിങ്ങളുടെ ഇടയിൽ വന്ന് കിടന്ന് ഞങ്ങൾ ഈ ദുരിതം അനുഭവിക്കേണ്ട കാര്യമില്ല എന്ന് പറഞ്ഞുള്ള ഒരു നിവേദനവുമായിട്ട് ലോകരാജ്യങ്ങളെ സമീപിച്ചു. സയണിസ്റ്റ് മൂവ്മെൻറ്റിൻ്റെ തുടക്കം അതാണ്. ആ മൂവ്മെൻറ്റിൻ്റെ ഒരു പ്രവർത്തന ഫലമായിട്ട് 10-60 വർഷത്തെ പ്രവർത്തനങ്ങൾക്കെല്ലാം ശേഷമാണ് 20-ാം നൂറ്റാണ്ടിൻ്റെ 2-ാം ദശകത്തിൽ ഇസ്രായേൽ എന്ന് പറയുന്ന ഒരു രാജ്യം ഉണ്ടാക്കാനുള്ള ഒരു തീരുമാനത്തിലേക്ക് പാശ്ചാത്യ ശക്തികൾ എത്തിച്ചേർന്നു.
പാശ്ചാത്യ ശക്തികൾ എത്തിച്ചേർന്നു എന്നല്ലാതെ അവിടെ ആ സ്ഥലത്തുള്ളവരോട് ആരും ചോദിച്ചില്ല. ആ സ്ഥലത്ത് ആ കാലഘട്ടത്തിൽ പ്രത്യേകമായിട്ടൊരു നേരിട്ടൊരു വലിയ ഭരണ സംവിധാനം ഇല്ലായിരുന്നു എന്നുള്ളതാണ് സംഭവം. ഓട്ടോമാൻ തുർക്കികൾ ഒന്നാം ലോകമഹായുദ്ധത്തിന് തൊട്ടു മുമ്പ് പരാജയപ്പെട്ടതോടെ അവിടെ ഒരു ഭരണ സംവിധാനം ഇല്ലാതായി. ആ ഭരണ സംവിധാനം ഇല്ലാതായി കഴിഞ്ഞപ്പോൾ 1-2 വർഷത്തേക്ക് അനാഥമായി കിടന്ന ആ പ്രദേശം ലീഗ് ഓഫ് നേഷൻസ് എന്ന് പറയുന്ന സംഘം, ഇന്നത്തെ ഐക്യരാഷ്ട്രസഭയുടെ മുൻഗാമിയായ ലീഗ് ഓഫ് നേഷൻസ് ഉണ്ടായി കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞു, ബ്രിട്ടനോട് പറഞ്ഞു, നിങ്ങൾ ആ പ്രദേശമൊക്കെ ഒന്ന് കൈകാര്യം ചെയ്തോളാൻ പറഞ്ഞു. അങ്ങനെ ഒരു ബ്രിട്ടീഷ് മാൻഡേറ്റ്, ലീഗ് ഓഫ് നേഷൻസിൻ്റെ ഒരു മാൻഡേറ്റ് അല്ലെങ്കിൽ അധികാരപത്രം ലഭിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ ബ്രിട്ടൻ അവിടെ കൈകാര്യം ചെയ്ത ഓരോ വിഭാഗങ്ങൾക്കായിട്ട് പല ഭരണ സംവിധാനങ്ങളൊക്കെ അംഗീകരിച്ചു. അതിൻ്റെ ഒരു ഭാഗമായിട്ട് കുറേ സ്ഥലം എടുത്ത് യഹൂദർക്ക് രാജ്യമാക്കി കൊടുത്തു. അങ്ങനെയാണ് ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യം 1940കളുടെ അവസാനം രൂപം കൊള്ളുന്നത്. അപ്പം അതിനു മുമ്പ് തന്നെ ധാരാളം യഹൂദർ ആ പ്രദേശത്ത് വന്ന് ഭൂമി വാങ്ങുകയും എല്ലാം ചെയ്തിരുന്നു. അവിടെ ഉണ്ടായിരുന്ന പലസ്തീൻകാർ തന്നെയാണ് അവർക്ക് സ്ഥലമൊക്കെ വിറ്റത്. അപ്പോൾ പിന്നീട് രാജ്യമായി കഴിഞ്ഞപ്പോൾ അവിടെയുള്ള അതിൻ്റെ പരിസരത്തുള്ള രാജ്യങ്ങളെല്ലാം കൂടെ ഇത് ശരിയല്ല, ഇങ്ങനെ ഒരു രാജ്യം ഇവിടെ കൊണ്ടുവന്ന് വയ്ക്കാൻ പാടില്ല എന്ന് പറഞ്ഞ് യുദ്ധമായി. 1948 ഈ രാജ്യം തുടങ്ങിയ ഉടനെ തന്നെ ഇതിനെ തകർക്കാനായിട്ടുള്ള യുദ്ധങ്ങളൊക്കെ ഉണ്ടായി. വലിയ പിന്തുണയൊക്കെ ഉണ്ടായിരുന്ന രാജ്യമായതുകൊണ്ട് ഇസ്രായേലിന് അതിനെ ചെറുത്ത് നിൽക്കാൻ സാധിച്ചു. കുറെ കാലത്തേക്ക് നീണ്ടു ഒരു യുദ്ധത്തിൽ ഒടുവിൽ ഇസ്രായേൽ അവിടെ നിലനിന്നോട്ടെ എന്ന രീതിയിൽ അയൽ രാജ്യങ്ങളെ കൊണ്ട് സമ്മതിപ്പിച്ച് മുന്നോട്ട് പോയി. വീണ്ടും ഓരോ ദശകത്തിലും എന്ന് പറയുന്ന രീതിയിൽ 1956 സൂയസ് കനാലിനെ തുടർന്നുള്ള വിഷയത്തിൽ വീണ്ടും ഇസ്രായേലിനെതിരെ ആക്രമണം ഉണ്ടായി. 1967 എല്ലാ അറബി രാജ്യങ്ങളും കൂടെ ചേർന്ന് ഇസ്രായേലിനെ ഇപ്പോൾ തകർക്കുമെന്ന രീതിയിൽ വലിയൊരു യുദ്ധം നടത്തി. ആ യുദ്ധവും 6 ദിവസം കൊണ്ട് അവസാനിച്ചു. 6 ദിവസം കൊണ്ട് യുദ്ധം അവസാനിക്കുമ്പോൾ യുദ്ധത്തിന് നേതൃത്വം നൽകിയ ഈജിപ്തിൻ്റെ വലിയൊരു സംഖ്യ ഭൂപ്രദേശം ഇവരുടെ കയ്യിലെത്തി. ജോർദാൻ്റെ വലിയൊരു പ്രദേശം ഇവരുടെ കയ്യിലെത്തി. സിറിയയുടെ കുറേ പ്രദേശവും ഇസ്രായേലിൻ്റെ കയ്യിലെത്തി. വീണ്ടും 6-7 വർഷം കഴിഞ്ഞപ്പോൾ 1973 യഹൂദരുടെ ഒരു ഉത്സവ വേളയായിരുന്ന അവസരത്തിൽ മറ്റ് രാജ്യങ്ങളെല്ലാം കൂടെ ഒന്നിച്ച് ഒരാക്രമണം നടത്തി. ആ യുദ്ധം നടത്തിയപ്പോഴും ഇസ്രായേലിന് ആദ്യത്തെ ദിവസം വലിയ തിരിച്ചടിയായിരുന്നു. കാരണം അപ്രതീക്ഷിതമായിട്ട് അവരുടെ ഒരു അവധി ദിവസത്തിൽ ഉണ്ടായിരുന്ന ആക്രമണമാണ്. പക്ഷേ 1-2 ദിവസം കഴിഞ്ഞപ്പോൾ കഥയൊക്കെ മാറി. ദിവസങ്ങൾക്ക് അവർ സിറിയയുടെ ഒരു 4-1 ഭാഗം പിടിച്ചടക്കി. ജോർദാൻ്റെ കുറേ ഭാഗം കൂടെ പിടിച്ചടക്കി. ഇസ്രായേൽ ഈജിപ്തിന് സീനായ് ഉപഭൂഖണ്ഡത്തിലുണ്ടായിരുന്ന ബാക്കി പ്രദേശങ്ങളും കൂടെ ഇവരുടെ കയ്യിലാക്കി. ആ യുദ്ധവും കുറച്ച് കഴിഞ്ഞപ്പോൾ അവസാനിച്ചു. പിന്നീട് കുറേ വർഷങ്ങളോളം പല രാജ്യങ്ങളും ഇതിൻ്റെ അകത്തൊക്കെ നയതന്ത്ര രീതിയിലൊക്കെ ഇടപെടുകയും ഇസ്രായേൽ അവിടെ നിലനിന്നോട്ടെ എന്ന രീതിയിൽ നിങ്ങൾ സമ്മതിക്കണമെന്ന് പല രാജ്യങ്ങളെയും പ്രലോഭിപ്പിക്കുകയും പ്രേരിപ്പിക്കുകയും ചിലയിടത്തൊക്കെ ബലം പ്രയോഗിക്കുകയും എല്ലാം ചെയ്തു. അതിൻ്റെയൊക്കെ ഫലമായിട്ട് ചില ഒത്തുതീർപ്പുകളൊക്കെ പല തലങ്ങളിലുണ്ടായി. ഒരു കഴിഞ്ഞ ഒരു 50 കൊല്ലത്തിനുള്ളിലുള്ള മിക്കവാറും അമേരിക്കൻ പ്രസിഡന്റുമാരെല്ലാം ഇവിടെ ഇങ്ങനെ പശ്ചിമേഷ്യയിൽ ഒരു ശാശ്വത സമാധാനം ഉണ്ടാക്കാൻ ഞങ്ങൾ ശ്രമിക്കുകയാണ് എന്ന് പറഞ്ഞ് പല രീതിയിലുള്ള ഒത്തുതീർപ്പുകൾ ഉണ്ടാക്കി. ഇപ്പോഴും അമേരിക്കയിൽ ഭരിക്കുന്ന പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് തന്നെ 8 വർഷം മുമ്പ് അബ്രാഹത്തിന്റെ സന്തതികൾ എന്ന് പറഞ്ഞ ഒരു കരാറുണ്ടാക്കി. ഇവരെല്ലാവരും അബ്രാഹത്തിൽ നിന്ന് വന്നവരാണെന്നാണല്ലോ യഹൂദരും മുസ്ലിങ്ങളും ഒക്കെ അവകാശപ്പെടുന്നത്. അപ്പൊ അബ്രാഹത്തിന്റെ സന്തതികളുടെ ഒരു യോജിപ്പ് എന്ന് പറഞ്ഞിട്ട് അബ്രഹാം അക്കോർഡ് എന്ന പേരിൽ ഒരു സന്ധി ഉണ്ടാക്കി. അതിലും ഇസ്രായേൽ നിലനിൽക്കട്ടെ എന്നുള്ളത് അംഗീകരിക്കണമെന്നുള്ളതാണ് വ്യവസ്ഥ. അത് അംഗീകരിക്കുവാൻ എല്ലാ രാജ്യങ്ങളും ഇതുവരെയും തയ്യാറായിട്ടില്ല. പിന്നീട് വീണ്ടും ചില നയതന്ത്ര നീക്കങ്ങളും എല്ലാം നടത്തി സൗദി അറേബ്യയെ കൊണ്ട് ഇസ്രായേലുമായിട്ട് നയതന്ത്ര ബന്ധം ആരംഭിക്കാൻ തന്നെ ഒരു ഒത്തുതീർപ്പിനൊക്കെ നീക്കം നടത്തിക്കൊണ്ടിരുന്ന അവസരത്തിലാണ് 2 വർഷം മുമ്പ് ഒരു ഒക്ടോബർ 7 ഇസ്രായേലിൻ്റെ ഒരു നൈറ്റ് ക്ലബിൽ ഹമാസ് തീവ്രവാദികളുടെ ആക്രമണം ഉണ്ടായി. അതോടുകൂടി രംഗം മാറി. ഹമാസ് ആക്രമിച്ചു കഴിഞ്ഞപ്പോൾ ഇസ്രായേൽ അവർക്ക് കഴിയുന്ന പോലെ ഹമാസിനെ ഇല്ലാതാക്കാനുള്ള ഭയങ്കരമായൊരു യുദ്ധം ആരംഭിച്ചു. അങ്ങനെ ഒരു യുദ്ധം അയലത്ത് നടക്കുമ്പോൾ ഇസ്രായേലുമായിട്ട് സന്ധി ഉണ്ടാക്കുന്നതിന് സൗദി അറേബ്യ അടക്കമുള്ള രാജ്യങ്ങൾ തയ്യാറല്ല. അപ്പോൾ വീണ്ടും അവിടെ ഒരു സമാധാനാന്തരീക്ഷത്തിന് തടസ്സം നേരിട്ടു.
ഇങ്ങനെ ഒരു തടസ്സം നേരിടുകയും ഇറാൻ പശ്ചിമേഷ്യയിലെ ഏറ്റവും വലിയ സൈനിക ശക്തിയാണ് എന്ന രീതിയിൽ ലോകം അംഗീകരിക്കുകയും ഇറാൻ അണ്വായുധ നിർമ്മാണത്തിനുള്ള എല്ലാ ഒരുക്കങ്ങളും നടത്തിക്കൊണ്ടിരിക്കുകയും എല്ലാം ചെയ്യുന്ന ഒരു സാഹചര്യത്തിലാണ് ഇപ്പോഴത്തെ 12 ദിന യുദ്ധം പൊട്ടിപ്പുറപ്പെട്ടു. അത് പൊട്ടിപ്പുറപ്പെട്ടു എന്നുള്ളതല്ല, അത് പ്ലാൻ ചെയ്ത് നടത്തിയ ഒരു യുദ്ധമാണ്. അതിനകത്ത് പ്രത്യേകമായിട്ട് നല്ല വാക്ക് പറയേണ്ട കാര്യമൊന്നുമില്ല. ഇസ്രായേലും അമേരിക്കയും വർഷങ്ങളോ മാസങ്ങളോ എടുത്ത് ആസൂത്രണം ചെയ്ത ഒരു നീക്കമായിരുന്നു അത്. പശ്ചിമേഷ്യയിലെ ഇറാൻ എന്ന് പറയുന്ന ശക്തി ഒരു ആണവ ശക്തിയായിട്ട് മാറുന്നതിൽ അവർ അപകടം മണത്തു. ചെറിയ അപകടമല്ല, അവർ മാത്രമല്ല, വേറെ പലരും മണത്തു. ഇപ്പോൾ റഷ്യയും ചൈനയും അടക്കമുള്ള രാജ്യങ്ങളും അക്കാര്യത്തിൽ ഇറാനെ ഒതുക്കണം എന്നുള്ള കാര്യത്തിൽ യാതൊരു വിരോധവും പറഞ്ഞില്ല. ഇറാനുമായിട്ട് ഒത്തിരിയേറെ കരാറുകളും സന്ധികളും മറ്റ് അവിടെ വികസന പ്രവർത്തനങ്ങളിലും മറ്റും പങ്കാളിത്തവും എല്ലാം ഉള്ള ചൈനയോ റഷ്യയോ ഒന്നും ഈ യുദ്ധം പൊട്ടിപ്പുറപ്പെട്ട് കഴിഞ്ഞപ്പോൾ ഇസ്രായേലിനെതിരെ ഞങ്ങൾ നിൽക്കുമെന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു പ്രസ്താവന നടത്തിയില്ല. ഇത് വളരെ മോശമാണ് ഈ പരിപാടി എന്നുള്ളത് പറഞ്ഞു. എല്ലാവരും പറഞ്ഞു. വളരെ മോശം, വളരെ കർശനമായ ഭാഷയിൽ വിമർശിച്ചു. അതല്ലാതെ ഈ യുദ്ധം ഇപ്പോൾ ഇവിടെ നിർത്തണമെന്ന് ലോകത്തിലെ വലിയ ശക്തികളിൽ 2-3 എണ്ണത്തിൽ ഒന്നായ ചൈനയോ അതേപോലെ തന്നെ വൻ ശക്തിയായ റഷ്യയോ ആവശ്യപ്പെട്ടില്ല. നിങ്ങൾ ഈ യുദ്ധം ഇവിടെ വെച്ച് അവസാനിപ്പിക്കണമെന്ന് ഇസ്രായേലിനോട് ആവശ്യപ്പെട്ടില്ല. ഇറാനെ തകർക്കരുതെന്ന് അവർ പറഞ്ഞില്ല. നിങ്ങൾ നടത്തുന്നത് ഭംഗിയല്ല, നിങ്ങൾ അതിക്രമമാണ് നടത്തുന്നത് എന്നേ പറഞ്ഞു. യുദ്ധം അവസാനിപ്പിക്കാൻ വേണമെങ്കിൽ നമുക്ക് ചർച്ച നടത്താമെന്ന് പറഞ്ഞു. അതല്ലാതെ ഒന്നും അതിനപ്പുറത്തേക്ക് അവർ പോയില്ല. പോകാത്തതിൻ്റെ കാരണം ഇത്രയേ ഉള്ളൂ. അങ്ങനെ ഒരു സാഹചര്യത്തിൽ അവിടെ ഇസ്രായേലിനെതിരെ ഞങ്ങൾ നിൽക്കും എന്ന് പറഞ്ഞുകൊണ്ട് ഇറാന്റെ പരമാധികാരത്തെ, സ്വാതന്ത്ര്യത്തെയും പരമാധികാരത്തെയും സംരക്ഷിക്കുന്നതിനായിട്ട് തങ്ങൾ ഇടപെടും എന്നുള്ള ഒരു നിലപാടെടുക്കുവാൻ അവരാരും തയ്യാറായില്ല. വേണമെങ്കിൽ അവരുടെ ആ കഴിവങ്ങ് ഇല്ലാതായിക്കോട്ടെ എന്ന് വിരമിച്ചു കാണും. അവർക്ക് തീരെ കഴിവില്ലാഞ്ഞിട്ടൊന്നുമല്ല, അവരതിന് തയ്യാറായില്ല. അപ്പോൾ തയ്യാറാകാത്തത് എന്തുകൊണ്ടാണ്? ഇറാന്റെ ആണവശക്തി തകർക്കുന്നതിൽ അവർക്കും വിരോധമൊന്നുമില്ല. ഇറാൻ ആണവശക്തിയാകുന്നതിൽ ഈ പറയുന്ന രാജ്യങ്ങൾക്കെല്ലാം ബുദ്ധിമുട്ടുണ്ട്. ചൈനയ്ക്ക് ബുദ്ധിമുട്ടുണ്ട്. ചൈനയിൽ 7-8 വർഷം നീണ്ടു നിന്ന ഉയ്ഗർ കലാപം അധികം പേരൊന്നും നടന്നിട്ടുണ്ടാവില്ല. സിൻജിയാങ് പ്രവിശ്യയിൽ അവിടെ ഏതാണ്ട് 30% വരുന്ന മുസ്ലിം വിഭാഗമാണ് ഉയ്ഗറുകൾ. അതിൻ്റെ തൊട്ടിപ്പുറത്ത് തുർക്ക്മെനിസ്ഥാൻ, താജിക്കിസ്ഥാൻ തുടങ്ങിയിട്ടുള്ള മുസ്ലിം ഭൂരിപക്ഷ പഴയ സോവിയറ്റ് റിപ്പബ്ലിക്കുകളാണുള്ളത്. സ്വതന്ത്ര രാജ്യങ്ങളാണ്. അതെല്ലാം പഴയ സോവിയറ്റ് യൂണിയൻ്റെ ഭാഗങ്ങളാണ്. ആ രാജ്യങ്ങളിലെല്ലാം ഉള്ള മുസ്ലിം വിഭാഗങ്ങളുമായിട്ട് ചേർന്നാണ് ഈ സിൻജിയാങ് പ്രവിശ്യയിലെ ഉയ്ഗറുകൾ കലാപം നടത്തിയത്. ആ കലാപം ഒരു വിധത്തിൽ ഒതുക്കിയൊന്ന് നിർത്തിയിട്ടേ ഉള്ളൂ 2-3 വർഷമായിട്ട്. അതിനു മുമ്പ് കുറേ കാലത്തേക്ക് ചൈനയ്ക്ക് വലിയ തലവേദനയായിരുന്നു ഈ ഉയ്ഗർ കലാപം. അത് അവിടെ നിന്ന് മധ്യേഷ്യയിലുള്ള മറ്റ് കുറേ റിപ്പബ്ലിക്കുകളുണ്ട്. ഈ താജിക്കിസ്ഥാനും ഉസ്ബെക്കിസ്ഥാനും കഴിഞ്ഞാൽ കിർഗിസ്ഥാൻ, കസാക്കിസ്ഥാൻ തുടങ്ങിയിട്ടുള്ള രാജ്യങ്ങൾ, അഫ്ഗാനിസ്ഥാൻ, അതിനിപ്പുറത്ത് ഇറാനും ഇറാഖും, ഈ രാജ്യങ്ങളിൽ എല്ലാം ഉള്ള മുസ്ലിം ഭൂരിപക്ഷത്തിൻ്റെ പിന്തുണയോടുകൂടി അവിടേക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകുമോ എന്ന് ഇവർക്ക് ഭയമുണ്ടായിരുന്നു. ചൈനയ്ക്ക് ആ ഭയമുണ്ട്. റഷ്യയെ സംബന്ധിച്ചുകൊണ്ട് ഇതേ തരത്തിലുള്ള ഭയം. ജോർജിയ എന്ന് പറയുന്ന ഓർത്തഡോക്സ് ക്രിസ്ത്യൻസിന് മഹാഭൂരിപക്ഷമുള്ള ജോർജിയ എന്ന് പറയുന്ന രാജ്യത്ത് ചെച്ചിനിയ എന്ന് പറയുന്ന ഒരു ചെറിയ പ്രദേശം ഉണ്ടാക്കിക്കൊണ്ടിരുന്ന കലാപം എത്ര വലുതാണ് എന്ന് അവർക്കറിയാം. ജോർജിയ പഴയ ഒരു സോവിയറ്റ് റിപ്പബ്ലിക്കാണ്. ഈ പറയുന്ന മധ്യേഷ്യൻ രാജ്യങ്ങൾ, ഇസ്ഥാനുകളിൽ അവസാനിക്കുന്ന മധ്യേഷ്യൻ മുസ്ലിം ഭൂരിപക്ഷ രാജ്യങ്ങൾ, ഇറാൻ ഇങ്ങനെ ഒരു വലിയ സൈനിക ശക്തിയായി കഴിഞ്ഞാൽ, മറ്റു രാജ്യങ്ങളെ വെല്ലുവിളിക്കാവുന്ന ഒരു സൈനിക ശക്തി, ആണവശക്തിയായി കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ രാജ്യങ്ങളിലെല്ലാം ഉള്ള ഗ്രൂപ്പുകളെ അവർ യോജിപ്പിക്കും എന്ന പേടി അവർക്കുണ്ടായി. അതിനു മുൻപ് തന്നെ പശ്ചിമേഷ്യയിൽ ഇവർ വലിയ തോതിലുള്ള ഒരു നെറ്റ്വർക്ക് തന്നെ രൂപപ്പെടുത്തിയിരുന്നു. അവരുടെ പൈസയും ചെലവും എല്ലാം കൊടുത്ത് അവർ വളർത്തിയെടുത്ത 2-3 ഗ്രൂപ്പുകളുണ്ട്. ഹൗദികൾ, ഹമാസ്, പിന്നെ ഇപ്പുറത്ത് ലെബനനിലുള്ള ഗ്രൂപ്പുകൾ,
ഈ ഗ്രൂപ്പുകൾ എല്ലാം ഒരു വിധത്തിൽ ഒതുക്കിയതിന് ശേഷമാണ് ഇസ്രായേൽ ഇറാനിലെ ആണവ കേന്ദ്രങ്ങളിലേക്കും പ്രധാനപ്പെട്ട സൈനിക കേന്ദ്രങ്ങളിലേക്കുമൊക്കെ ആക്രമണത്തിന് മുതിർന്നത്. അതല്ലെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന ഹൗദികളും ഹമാസും അതുപോലെ ലെബനനിലെ ഗ്രൂപ്പുകളുമെല്ലാം ഇവർക്കെതിരെ തിരിയും. അതൊഴിവാക്കാൻ ഉള്ള മറ്റ് പശ്ചാത്തലങ്ങളെല്ലാം ഒരുക്കിയിട്ട് ഇറാന്റെ ചെല്ലിലും ചെലവിലും കഴിയുന്ന ഭീകര സംഘങ്ങളെ ഏതാണ്ട് അമർച്ച ചെയ്തതിന് ശേഷമാണ് അവർ യുദ്ധത്തിന് പുറപ്പെട്ടത്. അതുകൊണ്ടാണ് പറഞ്ഞത് ഇത് വർഷങ്ങളും മാസങ്ങളും എടുത്ത ആലോചനയുടെയും തന്ത്രപരമായ നീക്കങ്ങളുടെയും എല്ലാം അവസാനമാണ് എന്നുള്ളത്. അവരെ സംബന്ധിച്ചും ഇസ്രായേൽ തന്നെ ഒരു ആണവശക്തിയാണ് എന്നുള്ളത് ലോകത്ത് അറിയപ്പെടുന്ന ഒരു രഹസ്യമാണ്. ഇറാൻ അതുപോലൊന്നും ആകരുത് എന്നുള്ള ഇവരുടെ വാശി. ആ വാശിയോട് അമേരിക്കയും യോജിച്ചിരുന്നു, പാശ്ചാത്യ ശക്തികളും യോജിച്ചിരുന്നു. പാശ്ചാത്യ ശക്തികളെ എതിർക്കുന്ന വിഭാഗങ്ങൾ അതിന് എതിരായിട്ട് നിന്നുമില്ല. അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു യുദ്ധം ഉണ്ടായത്. ആ ആക്രമണം നടത്തി. നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയാൽ ഒരു സ്വതന്ത്ര പരമാധികാര രാജ്യത്ത് ചെന്ന് വളരെ കൂളായിട്ട് അവരുടെ പ്രധാനപ്പെട്ട സ്ഥാനങ്ങളിൽ ബോംബിട്ട് പോരുന്നു. അവരുടെ രാജ്യം വളരെയേറെ പണിപ്പെട്ട് തയ്യാറാക്കിയ ആണവ ശേഷി നശിപ്പിക്കാൻ തക്ക രീതിയിൽ അതിൻ്റെ പ്രധാനപ്പെട്ട കേന്ദ്രങ്ങളിലെല്ലാം പോയി ബോംബിടുന്നു. അതെല്ലാം നടത്തി അവർ വളരെ സ്വസ്ഥമായിട്ട് തിരിച്ചും പോന്നു. ഇറാന്റെ വ്യോമാതിർത്തി സ്വതന്ത്രമായിട്ട് ഇസ്രായേലി യുദ്ധവിമാനങ്ങൾക്ക് സഞ്ചരിക്കാവുന്ന രീതിയിലേക്ക് അവർ തുറന്നെടുത്തു. ഇസ്രായേലി വിമാനങ്ങൾ ദിവസങ്ങളോളം ടെഹ്റാന്റെ മുകളിലും ഇസ്ഫഹാന്റെ മുകളിലും എല്ലാം പറന്നു നടന്ന് ബോംബിടുകയായിരുന്നു. നമ്മളിവിടെ കുറേയേറെ മിസൈലുകൾ ഇപ്പുറത്ത് വന്നു വീണതിനെ പറ്റിയൊക്കെ കേട്ടു. അപ്പുറത്തേക്ക് ഇങ്ങനെ ആക്രമണം നടന്നു എന്നും കേട്ടു. ഇതെല്ലാം കഴിഞ്ഞപ്പോൾ ഓരോ രാജ്യവും പുറത്തുവിട്ട കണക്കുകൾ മാത്രം പറയാം. ഇസ്രായേലിൽ 29 പേർ മരിക്കുകയും 10,000 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു എന്ന് അവർ പറയുന്നു. അതിൽ കണക്കൊരു ഇച്ചിരോടെയൊക്കെ കൂടുതൽ ഉണ്ടാവുമായിരിക്കാം എന്ന് പറയും. ഇറാനിൽ അതേസമയം മരിച്ചവരുടെ സംഖ്യ 4 അക്കത്തിന് മുകളിലാണ്, 3000-ന് മുകളിൽ. അവരുടെ സൈനിക കമാൻഡർമാരുടെ ശ്രേണിയിൽ ആദ്യത്തെ 2-3 നിരയിലുള്ള ഏതാണ്ട് 10-22 പേര് കൊല്ലപ്പെട്ടു. അവരുടെ ഏറ്റവും പ്രഗത്ഭരായ 2 ഡസനോളം ആണവ ശാസ്ത്രജ്ഞർ കൊല്ലപ്പെട്ടു. ഇറാന്റെ പരമാധികാരി ഇതുവരെയും ടെഹ്റാനിലെ തൻ്റെ ഔദ്യോഗിക വസതിയിൽ തിരിച്ചു വന്നിട്ടില്ല. അദ്ദേഹം സുരക്ഷിതം എന്ന് അദ്ദേഹം കരുതുന്ന ഏതോ സ്ഥലത്തിരുന്നു കൊണ്ടാണ് വീഡിയോ സന്ദേശം തയ്യാറാക്കി അയക്കുന്നു. 3 തവണ സന്ദേശങ്ങൾ അയച്ചു. ഈ യുദ്ധം തുടങ്ങിയതിന് ശേഷം, യുദ്ധം അവസാനിച്ചതിന് ശേഷം ഒരെണ്ണം അയച്ചു. ഞങ്ങൾ ആ യുദ്ധം ജയിച്ചത് എന്നെല്ലാം അതിൻ്റെ അകത്ത് പറയുന്നുമുണ്ട്. ഏതായിരുന്നാൽ അദ്ദേഹം ഇതുവരെയും ഒരു 2 മണിക്കൂർ മുമ്പ് വരെയും അദ്ദേഹം ടെഹ്റാനിലെ തൻ്റെ ഔദ്യോഗിക വസതിയിൽ തിരിച്ചെത്തിയിട്ടില്ല. അങ്ങനെ ഒരു സാഹചര്യത്തിലേക്ക് ആ രാജ്യത്തെ എത്തിച്ചു. സാങ്കേതിക വിദ്യയുടെയും മറ്റ് നവീനമായ ആയുധങ്ങളുടെയും എല്ലാം ഫലമായിട്ട് ഇറാനിൽ ഒരാക്രമണം നടത്തി എന്ന് മാത്രമല്ല ഉണ്ടായത്, ഇറാന്റെ വ്യോമ അതിർത്തി മുഴുവൻ തങ്ങളുടെ നിയന്ത്രണത്തിലാക്കാൻ ഇസ്രായേലിന് കഴിഞ്ഞു. അതുകൊണ്ടാണ് ഇസ്രായേലിലേക്ക് അവരുടെ വിമാനങ്ങൾ പറന്നു വരാത്തത്. വിമാനം പറന്നു പോകാൻ സൗകര്യം ഉണ്ടായിട്ട് വേണ്ടേ ഇങ്ങോട്ട് വന്ന് ആക്രമിക്കാൻ. 1200 കിലോമീറ്റർ ഇപ്പുറത്തേക്ക് വന്ന് ആക്രമിക്കണമെന്നുണ്ടെങ്കിൽ 2 രാജ്യങ്ങൾക്ക് മീതെ കൂടി പറന്ന് ഇസ്രായേലിലേക്ക് വന്ന് ആക്രമിക്കണമെന്നുണ്ടെങ്കിൽ അവരുടെ വിമാനങ്ങൾക്ക് അവിടെ നിന്ന് പറന്ന് ഉയരാൻ സാധിക്കണം. ആദ്യത്തെ 2 ദിവസത്തിന് ശേഷം അത് സാധിച്ചിട്ടില്ല. സാധിക്കാൻ അവരുടെ വിമാനത്താവളങ്ങളും എല്ലാം ഇവരുടെ വക മിസൈലുകളുടെ പരിധിയിലാണ്. ഇറാന്റെ തലസ്ഥാന നഗരത്തിനോട് ചേർന്ന് അവർ ഡ്രോൺ വിക്ഷേപണ സംവിധാനം ഉണ്ടാക്കി വെച്ചു. ആ സംവിധാനം ഉപയോഗിച്ചാണ് ഒത്തിരിയേറെ പ്രമുഖരെ കൊന്നത്. ഈ ഡ്രോണിങ്ങിന് ഇറാനെ അതിർത്തിക്കിപ്പുറത്ത് സിറിയയും ലെബനനും എല്ലാം കടന്ന് 1200 കിലോമീറ്റർ കടന്ന് വേണം ഇസ്രായേലിലെത്താൻ. അത്രയും ദൂരത്തിലേക്ക്
ഇവിടെ നിന്ന് അയച്ചു കഴിയുമ്പോൾ അത് അത്യാവശ്യം അവിടെ നിന്ന് നോക്കിയാൽ കണ്ടുപിടിക്കാൻ പറ്റും. റഡാറുകളും ഒക്കെ ഏറ്റവും ആധുനികമായ റഡാറില്ലെങ്കിൽ സാധാരണ പഴയ തരത്തിലുള്ള റഡാറുകൾക്കാണെങ്കിലും കണ്ടുപിടിക്കാൻ പറ്റും. അത് ഇവിടെ നിന്ന് അയക്കുന്നത് പ്രായോഗികമല്ല. അതുകൊണ്ട് ഇസ്രായേലുകാർ ഇറാന്റെ മണ്ണിൽ പോയി നിന്ന് അവിടെ നിന്ന് അയച്ചു. ഇവിടെ നിന്ന് മിസൈലുകളും വലിയ ബോംബറുകളും മാത്രമാണ് അയച്ചത്. പിന്നീട് അവരുടെ ആണവ നിലയങ്ങൾ ഒരുവിധം വലിയ കുഴപ്പമില്ലാതെ ആ കാര്യങ്ങളൊക്കെ ആക്കിയെന്നാണ് അമേരിക്ക അവകാശപ്പെടുന്നത്. പ്രസിഡന്റ് ട്രംപ് പറയുന്നത് അത് മുച്ചൂട് നശിപ്പിച്ചു എന്നാണ്. അത്രയൊന്നും ഇല്ല എന്ന് അവരുടെ വേറെ ചില റിപ്പോർട്ടുകൾ പറയുന്നുണ്ട്. രണ്ടായിരുന്നാലും ഒരു കുറച്ചു കാലത്തേക്കൊന്നും അത് പഴയ രീതിയിൽ ഉപയോഗിക്കാൻ പറ്റുന്ന അവസ്ഥയിലല്ല എന്ന് മാത്രം പറയാൻ പറ്റും. അപ്പോൾ അതിനെ സംബന്ധിച്ചുള്ള ഉപഗ്രഹ ചിത്രങ്ങളൊക്കെ ഒത്തിരിയേറെ സ്ഥലങ്ങളിൽ പ്രചരിക്കുന്നുണ്ട്, ടി വികളിൽ പലയിടത്തും കാണിക്കുന്നുണ്ട്. കാണുമ്പോൾ നമുക്ക് മനസ്സിലാകുന്ന ഉയർന്നു നിന്നിരുന്ന ഒത്തിരി സംഭവങ്ങൾ നിലംപരിശായി കിടക്കുന്നു. വലിയ പാറയുടെ അടിയിൽ പണിതുയർത്തിയ അതുകൊണ്ട് ആണവ ഗവേഷണ കേന്ദ്രങ്ങൾ അതുകൾ ഇസഫഹാനിലുണ്ടായിരുന്നു, ഫോർഡോയിലുണ്ടായിരുന്നു. ഇതെല്ലാം പാറയുടെ അടിയിലാണ് തുരന്നുണ്ടാക്കിയത്. ആ തുരന്നുണ്ടാക്കിയ സാധനങ്ങൾ അവിടേക്ക് കയറി ചെല്ലാൻ പോലും വയ്യാത്ത രീതിയിൽ അത് തകർക്കപ്പെട്ടു. കയറി ചെല്ലണമെങ്കിൽ ഇനി ആഴ്ചകളോ മാസങ്ങളോ എടുക്കും. കരിമ്പാറയാണ് അവിടെ ഉള്ളത്. ആ കരിമ്പാറകൾക്ക് മുകളിലേക്ക് 30,000 പൗണ്ടുള്ള GBU 57 എന്ന് പറയുന്ന ഒരു തരം പാറതുരപ്പൻ മിസൈലാണ് പ്രയോഗിച്ചത്. ബങ്കർ ബസ്റ്റർ എന്നാണ്, ബങ്കറുകളൊക്കെ തകർക്കുന്ന ഇതെന്നാണ്, മിസൈൽ എന്നാണ് പറയുന്നത്. ആ ബോംബ് ആണ് അയച്ചത്. അത് ഈ പാറയെ തുരന്ന് താഴെ എത്തി അതിൻ്റെ ലക്ഷ്യസ്ഥാനത്ത് വെച്ചാണ് പൊട്ടിത്തെറിക്കുക എന്നൊക്കെ പറയുന്നു. എന്തൊക്കെയാണ് എന്ന് നമുക്കറിയത്തില്ല. ഏതായിരുന്നാലും പാറ കുറേയേറെ ഭാഗം തകർന്ന് അതിൻ്റെ അടിയിലായി ഈ ഗവേഷണ കേന്ദ്രം. അപ്പോൾ സ്വാഭാവികമായിട്ടും വളരെ സങ്കീർണമായ ഗവേഷണങ്ങൾ നടക്കുന്ന യുറേനിയം എൻറിച്ച്മെന്റ് പ്ലാന്റ്, യുറേനിയം സമ്പുഷ്ടീകരണ പ്ലാന്റ് എന്ന് പറയുന്നത് അതിന് ഉപയോഗത്തിലെടുക്കണമെന്നുണ്ടെങ്കിൽ അനേക കാലമെടുക്കും. അവരുടെ യുറേനിയം സമ്പുഷ്ടമാക്കിയ യുറേനിയം എവിടെയോ കൊണ്ടുപോയി വെച്ചിട്ടുണ്ട് എന്നും അതൊന്നും തകർക്കപ്പെട്ടിട്ടില്ല എന്നൊക്കെ ഇറാൻ അവകാശപ്പെടുന്നുണ്ട്. പക്ഷെ തെളിവില്ല. ഇനി ഇവിടെ അത് എവിടെയെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ അത് കത്തിപ്പിടിച്ചതായിട്ടൊന്നും അതും തെളിവില്ല. അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ വലിയ തോതിലുള്ള റേഡിയേഷൻ പോലുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടായാൽ. ഏതായിരുന്നാലും അതൊന്നും സംഭവിച്ചതായിട്ട് കാണുന്നില്ല. പക്ഷേ അവരുടെ യുറേനിയം സമ്പുഷ്ടീകരണ സംവിധാനങ്ങൾ അതൊരു 99% തകർന്നു. അതിൻ്റെ പ്രധാനപ്പെട്ട 3 കേന്ദ്രങ്ങളിലും ഉള്ള പ്രധാനപ്പെട്ട കെട്ടിടങ്ങൾക്കെല്ലാം വളരെ ഹാനി വരും. ഇതിൽ ചിലതൊക്കെ സെൻട്രിഫ്യൂജുകൾ നിർമ്മിക്കുന്ന കേന്ദ്രങ്ങളുണ്ട്. ആ സെൻട്രിഫ്യൂജുകൾ വളരെ ചെറിയ കുടുക്കം തട്ടിയാൽ പോലും പ്രവർത്തനരഹിതമാകുന്നവയാണ്. അത്തരം 10,000-കണക്കിന് സെൻട്രിഫ്യൂജുകൾ ഉണ്ടെങ്കിൽ മാത്രമാണ് നിങ്ങൾക്ക് 1 ടൺ യുറേനിയം സമ്പുഷ്ടീകരിച്ചെടുക്കാൻ സാധിക്കുകയുള്ളൂ. യുറേനിയം പ്രകൃതിയിൽ നിന്ന് കിട്ടുന്ന പിച്ച് ബ്ലെൻഡ് അല്ലെങ്കിൽ അതുപോലുള്ള ഏതെങ്കിലും അലോയി ആയിട്ട്, ധാതുവായിട്ടാണ്, മിനറലായിട്ടാണ് കിട്ടുന്നത്. അതിൽ നിന്ന് അതിനെ വേർതിരിച്ചെടുത്ത് യുറേനിയത്തെ ഏതാണ്ട് 90% യുറേനിയം മാത്രമുള്ള ഒരു കോമ്പൗണ്ടാക്കി മാറ്റിയാൽ മാത്രമാണ് ആയുധമാക്കാൻ സാധിക്കുക. സാധാരണ നമ്മുടെ ആണവ റിയാക്ടറുകളിൽ, യുറേനിയം ബേസായിട്ട് ഉപയോഗിക്കുന്ന ആണവ റിയാക്ടറുകളിൽ ഇതൊക്കെ ഒരു 5% മുതൽ 30% വരെയുള്ള ഇതിൽ മാത്രമാണ് സമ്പുഷ്ടീകരിച്ച് വെക്കുന്നത്. അത്രയും ആയിക്കഴിഞ്ഞാൽ പവർ ജനറേഷൻ, വൈദ്യുതി ഉൽപ്പാദനത്തിന് വേണ്ടതായ സംവിധാനമാകും. അതിങ്ങനെ ഒരു ചെയിൻ റിയാക്ഷനിലൂടെ കുറേ കാലത്തേക്ക് പ്രവർത്തിച്ചുകൊണ്ടിരിക്കും. അത് പ്രവർത്തിച്ച് തീരുന്ന അതിൻ്റെ ഹാഫ് ലൈഫ് പീരീഡ് തീരുമ്പോഴേക്കും അതെടുത്ത് മാറ്റിയാൽ മതി. മാസങ്ങളോ വർഷങ്ങളോ ഒക്കെ എടുക്കുന്ന ഒരു പ്രക്രിയയാണ്. അതപ്പോൾ ഒരു ആണവ നിലയത്തിനൊക്കെ പ്രവർത്തിക്കാൻ വേണ്ടതിൻ്റെ അനേക മടങ്ങ് കൂടുതലാണ് ഈ ആയുധത്തിന് വേണ്ടത്, ന്യൂക്ലിയർ ബോംബുകൾക്ക് വേണ്ടത്. ആ ലെവലിലേക്ക് ഇവരുടെ സമ്പുഷ്ടീകരണം, എൻറിച്ച്മെന്റ് വളർന്നുകൊണ്ടിരുന്ന അവസരത്തിലാണ് ഈ യുദ്ധം വന്നത്. അപ്പോൾ അതിനു വേണ്ടിയിട്ടുള്ള പ്ലാന്റുകൾ പലയിടത്തായിട്ട്, ലോകത്തെ എല്ലാ പ്ലാന്റുകളും ഒരിടത്ത് കൊണ്ടുവയ്ക്കാൻ മാത്രം വേണ്ടികളല്ലോ അവരും. ഇറാനും സാമാന്യം നല്ല ശാസ്ത്രബോധമൊക്കെ ഉള്ള രാജ്യമാണ്. യുദ്ധങ്ങളിലൂടെയും ഒക്കെ അവരും കടന്നു പോന്നിട്ടുള്ളതാണ്. അവരെ സംബന്ധിച്ചുള്ള അവരത് പരമാവധി സുരക്ഷ കണക്കാക്കിക്കൊണ്ട് പല സ്ഥലങ്ങളിലായിട്ട് ഇവർ വികസിപ്പിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ ആ വികസന പരിപാടികളിലെല്ലാം തന്നെ അവരുടെ ഈ പറയുന്ന
പ്രഖ്യാപിക്കപ്പെട്ട നിലയങ്ങളെല്ലാം തകർക്കപ്പെട്ടു. പ്രഖ്യാപിക്കാത്ത ഇത് ആണവ ഇത് സമ്പുഷ്ടീകരണത്തിന് വേണ്ടിയാണ് എന്ന് പ്രഖ്യാപിക്കാത്ത മറ്റു നിരവധി ഗവേഷണശാലകളും തകർക്കപ്പെട്ടു. ഇപ്പോൾ അവിടെ അമേരിക്കയുടെയൊക്കെ നിയന്ത്രണത്തിലുള്ള എന്ന് പറയാവുന്ന UN-ന്റെ ഇന്റർനാഷണൽ അറ്റോമിക് എനർജി ഏജൻസി അവിടെ വർഷങ്ങളായിട്ട് നിരീക്ഷണം നടത്തുന്നുണ്ട്. അവർക്ക് അവരുടെ ശാസ്ത്രജ്ഞര് അതിൻ്റെ ഈ നിലയങ്ങളിൽ പോവുകയും അവിടെ എത്ര കിലോഗ്രാം യുറേനിയം കൊണ്ടുവന്നു, എത്ര കിലോഗ്രാം ഇപ്പോൾ എത്ര ശതമാനം സമ്പുഷ്ടീകരിച്ചിട്ടുണ്ട്, എത്ര കിലോഗ്രാം നിങ്ങളുടെ ഹെവി വാട്ടർ പ്ലാന്റിലേക്ക് മാറ്റിയിട്ടുണ്ട് എന്നിങ്ങനെയുള്ള മുഴുവൻ കണക്കുകളും ഒക്കെ ശേഖരിച്ച് അവിടുത്തെ സമ്പുഷ്ടീകരണത്തിൻ്റെ വിവരങ്ങളൊക്കെ രേഖപ്പെടുത്തുന്നതും പ്രശ്നങ്ങളുണ്ട് എങ്കിൽ അറിയിക്കുന്നതുമാണ്. ഏറ്റവും അവസാനമായിട്ട് ഈ കഴിഞ്ഞ മാസം ആദ്യം ഒരു പ്രശ്നം പറഞ്ഞു. അവർ വലിയ തോതിൽ 65% സമ്പുഷ്ടീകരണത്തിലേക്ക് എത്തിയിരിക്കുന്നു എന്ന് പറഞ്ഞ് ഒരു റിപ്പോർട്ട് കൊടുത്തു. അതിൽ കൂടുതൽ ഉണ്ടാകാനുള്ള സാധ്യത ഉണ്ട് എന്നും പറഞ്ഞു. അതിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അണുബോംബിന് ആവശ്യമുള്ള തരത്തിലേക്ക് അവർ സമ്പുഷ്ടീകരണം എത്തിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. ജൂൺ ആദ്യമാണ് ആ റിപ്പോർട്ട് വന്നത്. ആ റിപ്പോർട്ടിൻ്റെ വെളിച്ചത്തിലൊന്നുമല്ല, ആ റിപ്പോർട്ട് വന്ന ദിവസങ്ങൾക്കകം ഇസ്രായേൽ ആക്രമണവും നടത്തി. അപ്പോൾ അങ്ങനെ നിരീക്ഷണത്തിലുള്ള നിലയങ്ങൾക്ക് പുറമെ നിരീക്ഷണത്തിൽ പെടാത്തത്, അതായത് ആണവ ഗവേഷണവുമായിട്ട് ബന്ധപ്പെട്ടതല്ല ആണ് എന്ന് ഇവർ പറയാത്ത, അപ്പോൾ അങ്ങനെ പറയാത്തതെന്നും പരിശോധിക്കേണ്ട കാര്യമില്ലല്ലോ, പറയാത്ത സ്ഥലങ്ങളിലൂടെ ഇവർ ആക്രമണം നടത്തി. അപ്പോൾ ഇറാനെ സംബന്ധിച്ചിടത്തോളം അവരുടെ ആണവ ആയുധത്തിൻ്റെ മോഹം, അണുബോംബ് ആണവ ശക്തിയാകണമെന്നുള്ള ആഗ്രഹം അതിന് കുറേയേറെ കാലത്തേക്ക് ഒരു വിലങ്ങുതടിയായി, അല്ലെങ്കിൽ അവരുടെ ദൗത്യത്തിൻ്റെ ഒരു പ്രതിസന്ധിയാണ് സൃഷ്ടിച്ചിരിക്കുന്നതെന്ന് നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. ഇപ്പോൾ ട്രംപ് പറഞ്ഞതുപോലെ നിലം പരിശാക്കി കളഞ്ഞു എന്ന് പറയുന്ന കാര്യമൊന്നുമില്ല. അത് ചിലപ്പോൾ കുറച്ചൊക്കെ ശേഷിക്കുന്നുണ്ടാവാം. പക്ഷേ ഇത്തരം സങ്കീർണമായ ഗവേഷണങ്ങൾ നടക്കുന്ന എല്ലാ ലബോറട്ടറികൾക്കും ഉള്ളതുപോലെ, അല്ലെങ്കിൽ കേന്ദ്രങ്ങൾക്കും ഉള്ളതുപോലെ, ചെറിയ വൈദ്യുതി തകരാറ് മുതൽ വലിയ കുടുക്കം വരെ, അല്ലെങ്കിൽ ബോംബിൻ്റെ ആക്രമണം വരെ അവർക്ക് വലിയ പ്രശ്നങ്ങൾ സൃഷ്ടിക്കാവുന്നതാണ്. അപ്പോൾ അതൊക്കെ സൃഷ്ടിച്ചിട്ടുണ്ട് എന്നാണ് പലരും കരുതുന്നത്. ഫോർഡോ എന്ന് പറയുന്ന വലിയ തോതിൽ ഭൂമിക്കടിയിലാണ്ട് 230 അടിക്ക് താഴെയാണ് അത് പാറയുടെ അടിയിൽ ഭദ്രമായിട്ട് ആ നിലയെ സ്ഥാപിച്ചിരിക്കുന്നത്. അത് മുഴുവനും മുകളിൽ നിന്നുള്ള പാറ ഞെരിഞ്ഞമർന്ന് താഴോട്ട് അതിനെ ഞെരുക്കി കളഞ്ഞു എന്നാണ് റിപ്പോർട്ട് പറയുന്നത്. അപ്പോൾ അതിൻ്റെ അകത്ത് എന്തെങ്കിലും ഉണ്ടോ എന്നുള്ളത് ഈ പാറ മുഴുവൻ നീക്കി കഴിഞ്ഞതിന് ശേഷം അവിടെ ചെന്ന് സുരക്ഷിതമാണോ എന്ന് ഉറപ്പ് വരുത്തിയിട്ടൊക്കെ വേണം ഇനി കണ്ടുപിടിക്കാനെന്നാണ് പറയുന്നത്. അപ്പോൾ ഇങ്ങനെ ഒരു യുദ്ധം നടന്നു. അത് നമ്മളൊക്കെ കരുതുന്നത് പോലെ പഴയ കാലത്ത് അതുപോലെ സൈന്യങ്ങൾ തമ്മിലുള്ള ഒരു യുദ്ധത്തെക്കാൾ കൂടുതൽ സാങ്കേതിക വിദ്യകൾ തമ്മിലുള്ള ഒരു വ്യോമയുദ്ധമായിരുന്നു എന്നുള്ളതാണ് സത്യം. അതിൻ്റെ അകത്ത് കരയിൽ നിന്ന് കരയിലേക്ക് പായുന്നതും കടലിൽ നിന്ന് കരയിലേക്ക് പായുന്നതും താഴ്ന്ന നിലവാരത്തിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നതുമായ സാധാരണ സർഫസ് ടു സർഫസ് മിസൈലുകൾ, വിമാനങ്ങളിൽ നിന്ന് കൊടുക്കുന്ന എയർ ടു സർഫസ് മിസൈലുകൾ, വിമാനത്തിലേക്ക് വിടുന്ന സർഫസ് ടു എയർ, ഭൂമിയുടെ മുകളിൽ നിന്ന് നേരെ വിമാനത്തിലേക്ക് വിടുന്ന സർഫസ് ടു എയർ മിസൈലുകൾ, ഇതിനെല്ലാം പുറമെ ബാലിസ്റ്റിക് മിസൈലുകൾ, ഭൂമിയുടെ അന്തരീക്ഷത്തിനും അപ്പുറത്തേക്ക് കടന്നു ചെന്നിട്ട് തിരിച്ചു വന്ന് അതിൻ്റെ ലക്ഷ്യത്തിൽ ബോംബ് വീഴിക്കുകയോ അല്ലെങ്കിൽ അതിൻ്റെ ആയുധങ്ങൾ പതിപ്പിക്കുകയോ ചെയ്യുന്ന ബാലിസ്റ്റിക് മിസൈലുകളുടെ പ്രകടനങ്ങൾ കണ്ടു. ഇതെല്ലാം ഇത് അയക്കുന്നവർക്ക് കമ്പ്യൂട്ടറിലിരുന്ന് ഞെക്കുന്നതും അതിൻ്റെ ഗതി നമ്മളിപ്പോൾ ISRO ഏതെങ്കിലുമൊക്കെ റോക്കറ്റ് വിക്ഷേപിക്കുകയോ അല്ലെങ്കിൽ ഉപഗ്രഹം അയക്കുകയോ ഒക്കെ ചെയ്തു കഴിയുമ്പോൾ അവരുടെ കമ്പ്യൂട്ടറിൽ ഇരുന്ന് ഇത് നോക്കിക്കൊണ്ടിരിക്കുന്നത് നമ്മൾ കാണാറുണ്ട്. അതേപോലെ തന്നെ ഇത് നോക്കിക്കൊണ്ടിരിക്കുകയും അത് ചെന്ന് പതിക്കുന്നതിൻ്റെ ദൃശ്യങ്ങൾ മറ്റു ഉപഗ്രഹങ്ങളിൽ നിന്ന് എടുത്ത് അപ്പോൾ ലക്ഷ്യം വേണ്ടത്ര സാധിച്ചോ എന്ന് വിലയിരുത്തുകയും ഒക്കെ ചെയ്യുന്ന ഒരു പ്രത്യേകതരം യുദ്ധത്തിൻ്റെ തലത്തിലാണ് നമ്മളിതെല്ലാം കണ്ടത്. നമ്മുടെ പഴയതുപോലെ കുറച്ച് തോക്കും കുറച്ച് ഗ്രനേഡും കുറേ കവചിത വാഹനങ്ങളും ടാങ്കുകളും ഒക്കെ ഉപയോഗിച്ചുകൊണ്ടുള്ളൊരു യുദ്ധമല്ല. അതുകൊണ്ട് തന്നെ ആൾക്കാർക്കുള്ള ഉപദ്രവങ്ങളൊക്കെ കുറവായിരുന്നു. ആൾനാശം, ഭടന്മാർ പോയി അങ്ങോട്ട് ചെന്ന് മരിക്കുന്ന സാഹചര്യമില്ല. നേരത്തെ ഭടന്മാർ ഇങ്ങനെ അങ്ങോട്ട് പോകുന്നു, അവർ ടാങ്കിൽ നിന്നും പീരങ്കിയിൽ നിന്നും ഒക്കെയുള്ള വെടിയേറ്റ് അവർ മരിച്ചു വീഴുന്നു. അതായിരുന്നു ഒരു 18-ാം നൂറ്റാണ്ട് മുതൽ നമ്മൾ കണ്ടിട്ടുള്ള യുദ്ധങ്ങളുടെ ഒരു പ്രത്യേകത. പീരങ്കി യുദ്ധങ്ങളൊക്കെ ആയിരുന്നു നെപ്പോളിയൻ്റെ ഒക്കെ കാലഘട്ടത്തിൽ ലോകത്തിലുണ്ടായിരുന്നു. അപ്പോൾ ഒരു പീരങ്കി സ്ഥാപിച്ചു കഴിഞ്ഞാൽ അത് കറക്കി തിരിച്ച് ഒക്കെ ഓരോ ഭാഗത്തേക്കൊക്കെ അയച്ച് ഒത്തിരിയേറെ പേരെ കൊല്ലുകയും ഒക്കെ ചെയ്തിരുന്ന ഈ യുദ്ധങ്ങളുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് 1-ാം ലോക മഹായുദ്ധമൊക്കെ ആയപ്പോഴേക്കും വലിയ ടാങ്കുകളൊക്കെ വന്നു.
പിന്നീടാണ് വിമാനങ്ങളിലൂടെ ഈ കാര്യങ്ങൾ പലതും സാധിക്കാമെന്ന് കണ്ടത്. അത്തരം യുദ്ധങ്ങൾ രണ്ടാം ലോകമഹായുദ്ധത്തിൽ വിമാനങ്ങൾ കുറേയേറെ ഉപയോഗിച്ചെങ്കിലും ഏറ്റവും കൂടുതൽ വിമാനങ്ങൾ ഉപയോഗിച്ചത് പിന്നീടുള്ള യുദ്ധങ്ങളിലാണ്. നമ്മൾ ഒക്കെ കണ്ടിട്ടുള്ള വിയറ്റ്നാം യുദ്ധത്തിലും അതുപോലുള്ള കൊറിയൻ യുദ്ധത്തിലും എല്ലാം ഒത്തിരി വിമാനങ്ങളുടെയൊക്കെ ഉപയോഗങ്ങൾ വന്നു. ഇപ്പോഴതെല്ലാം മാറിയിട്ട് എവിടെയെങ്കിലുമൊക്കെ ഒരു കമ്പ്യൂട്ടർ സെന്ററിൽ ഇരുന്നുകൊണ്ട് യുദ്ധം നിയന്ത്രിക്കുന്ന, യുദ്ധം നടത്തുന്ന ഒരു കാലമായിട്ട് മാറി. ആ സാങ്കേതിക വിദ്യയിലെ മുന്നിൽ നിൽക്കുന്നത് ആരാണ് എന്നുള്ളതാണ് ഒരു ചോദ്യം. അത് മുന്നിൽ നിൽക്കുന്നവരെ അവർക്ക് എളുപ്പം വിജയം വരിക്കാൻ സാധിക്കുന്നു. അതുപോലെ തന്നെ ഈ തലങ്ങളിലെല്ലാം എത്ര ഒളിപ്പോര് നടത്താൻ സാധിക്കുന്നു എന്നുള്ളത് പഴയ യുദ്ധങ്ങളിലേതുപോലെ തന്നെ ഇന്നും പ്രസക്തമാണ്. നിങ്ങളുടെ കുറച്ച് ദൂതന്മാരെ, കുറച്ച് ഭടന്മാരെ രഹസ്യമായിട്ട് എതിർ കക്ഷിയുടെ സങ്കേതങ്ങളിൽ നുഴഞ്ഞു കയറി അവിടെ എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതുവരെയുള്ള വഴി തുറന്നു കിട്ടും. അല്ലെങ്കിൽ ഏതെങ്കിലുമൊക്കെ പാലമൊക്കെ തകർത്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മുന്നേറ്റത്തിനുള്ള പാത തുറന്നു കിട്ടും എന്നുള്ള സാഹചര്യം ഇപ്പോഴും ഉണ്ട്. അത് കുറച്ചുകൂടി എളുപ്പമായി എന്നുള്ളതാണ് പുതിയ യുദ്ധ തന്ത്രങ്ങളിലെ അല്ലെങ്കിൽ പുതിയ യുദ്ധ സാഹചര്യങ്ങളിലെ ഒരു പ്രത്യേകത. ഇപ്പോൾ നമ്മൾ ഇന്ത്യ പാകിസ്ഥാൻ തമ്മിലുള്ള അവസാനത്തെ ഏറ്റുമുട്ടലിലും ഇത് നമ്മൾ കണ്ടതാണ്. എല്ലാം നമ്മളിവിടെ നിന്ന് അയച്ചു, അവരവിടെ നിന്ന് ഇങ്ങോട്ട് അയച്ചു. അത് തടയാനുള്ള സംവിധാനങ്ങൾ നമുക്കുണ്ട്, അവർക്കുണ്ട്. അവരുടേതിനേക്കാൾ ആധുനികമായ നമ്മുടേതെന്നുള്ളതുകൊണ്ട് അത് തടയുന്ന കാര്യത്തിൽ നമ്മൾ കൂടുതൽ വിജയിച്ചു. ഇപ്പോൾ ഒരു രാജ്യം അവർക്ക് കുറേ മിസൈലുണ്ട്, അല്ലെങ്കിൽ ഡ്രോണുണ്ട്, അതുണ്ട്, ഇതുണ്ട് എന്ന് പറഞ്ഞ ഒരാളെ ഭീഷണിപ്പെടുത്താൻ ശ്രമിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഇതിനുള്ള വിദ്യ ഉണ്ട് എന്ന് പറയാൻ സാധിക്കുന്ന സാഹചര്യമുണ്ട്. ഇപ്പോൾ നമ്മൾ ഇന്ത്യ ഉപയോഗിക്കുന്ന S-400 എന്ന് പറയുന്ന റഷ്യൻ സംവിധാനം, അത് അതിൻ്റെ ഒരു പരിധിയിൽ വരുന്ന ഒരു പ്രദേശത്തുകൂടി ഉയർന്നു വരുന്ന ഏത് സാധനത്തെയും കണ്ടെത്താനും അതിലേക്ക് വേറെ അവരുടെ മിസൈൽ വിക്ഷേപണ തറയിൽ നിന്നോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും മിസൈൽ വിക്ഷേപണ യൂണിറ്റിൽ നിന്നോ ഉള്ള മിസൈലുകൾ അയച്ച് അതിനെ തകർക്കാനും ഒക്കെയുള്ള കാര്യങ്ങൾ അതിന് സാധിക്കും. ഒരാളും ബന്ധപ്പെടേണ്ട, സൈന്യാധിപൻ ഒന്നും ഇതറിയണ്ട, സൈന്യാധിപൻ ഇതങ്ങ് ഓൺ ചെയ്ത് വെച്ച് കൊടുത്താൽ മതി. ആ യന്ത്രം തന്നെ അതുമായിട്ട് ബന്ധിപ്പിച്ചിട്ടുള്ള ഇന്ത്യയുടെ മറ്റ് വിക്ഷേപണ തറകളിലുള്ളവർക്ക് കൃത്യമായ നിർദ്ദേശം കൊടുക്കും. അത് അവിടെ നിന്ന് ഇത്ര ഡിഗ്രിയിൽ ഇത്ര വേഗത്തിൽ പാഞ്ഞു വരുന്നു, അതിൻ്റെ ലക്ഷ്യം ഇതാണ്, നിങ്ങൾ അതിനെ ഇന്ന സ്ഥലത്ത് വെച്ച് തകർക്കണം. അതും പറയാൻ സാധിക്കും. നിങ്ങൾ ഇന്ന തരത്തിലുള്ളൊരു മിസൈൽ അയച്ച് അതിനെ ഇന്ന സ്ഥലത്ത് വെച്ച് തകർക്കണം. അതിനിപ്പുറത്തേക്ക് അത് കടന്നു കഴിഞ്ഞാൽ അപകടകരമായ സ്ഥലങ്ങളായിരിക്കാം, ഒരു പക്ഷേ അതിൻ്റെ കഷ്ണങ്ങൾ വീണ് കഴിഞ്ഞാൽ പൊട്ടിത്തെറിക്കാവുന്ന വല്ല സംവിധാനങ്ങളൊക്കെ ഉണ്ടാകാം. അപ്പോൾ അത് ഇന്ന സ്ഥലത്ത് വെച്ച് തകർക്കണം എന്ന് വരെ നിർദ്ദേശിക്കാൻ പറ്റുന്ന രീതിയിലാണ് യുദ്ധതന്ത്രം പോയിരിക്കുന്നത്. യുദ്ധതന്ത്രത്തിൻ്റെ ഈ പ്രത്യേകതയിൽ നമ്മളിപ്പോൾ മഹാഭാരതം കഥയിലൊക്കെ പറയുന്ന പോലെ ഒരസ്ത്രം പ്രയോഗിക്കുമ്പോൾ അവിടുന്ന് നാരായണാസ്ത്രം പ്രയോഗിക്കുമ്പോൾ ഇവിടുന്ന് വാരുണാസ്ത്രം പ്രയോഗിക്കുന്നു, അല്ലെങ്കിൽ ആഗ്നേയാസ്ത്രം പ്രയോഗിക്കുമ്പോൾ അതിനെതിരെ വേറൊന്ന് പ്രയോഗിക്കുന്നു. ഇത്തരം രീതിയിലേക്ക് തന്നെ യുദ്ധങ്ങളൊക്കെ പോയിരിക്കുകയാണ്. അപ്പോൾ ആ യുദ്ധങ്ങൾ പോകുമ്പോൾ ഇത് ചെറിയ രാജ്യങ്ങൾക്ക് പോലും വലിയ രാജ്യങ്ങളെ ചെറുത്ത് നിൽക്കാൻ സാധിക്കുമെന്നുള്ളതാണ് ഒരു കാര്യം. നമ്മുടെ ഈ റഡാർ ടെക്നോളജി എന്നൊക്കെ പറയുന്നത് വളരെ നവീനമായ ഒരു സാങ്കേതിക വിദ്യയാണ്. റഡാർ മാത്രമല്ല, റഡാറിൽ ഇത് കണ്ടെത്തിയിട്ട് അത് നോക്കിയിട്ട് ഇതെന്താണ് എന്ന് വിലയിരുത്തിയിട്ട് അതിനെ സംബന്ധിച്ച് നമ്മൾ ഇനി എന്ത് ചെയ്യണമെന്ന് ആലോചിച്ച് ഒരു നിർദ്ദേശം കൊടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള യാതൊരു വിധമായ മാനുഷിക ഇടപെടലും ആവശ്യമില്ല. ഈ ഇടപെടലെല്ലാം നേരത്തെ നടത്തിയിരിക്കുന്ന ഒരു റഡാറിൻ്റെ ഒരു നിശ്ചിത ബിന്ദുവിൽ ഒരു സാധനം കണ്ട് അത് ഏത് ദിശയിലേക്കാണ് പോണതെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ ആ ദിശയുടെ ഏറ്റവും അടുത്തുള്ള മിസൈൽ വിക്ഷേപണ കേന്ദ്രവുമായിട്ട് അല്ലെങ്കിൽ ആയുധ പ്രയോഗിക്കാവുന്ന കേന്ദ്രവുമായിട്ട് നേരിട്ട് ഇതിനെയാണ് ബന്ധിപ്പിച്ചിരിക്കുന്നത്. അതിൻ്റെ അകത്ത് മനുഷ്യൻ പോയിരുന്ന് ഇടപെടേണ്ട കാര്യമില്ല. ഒരു DGP പറഞ്ഞ പോലെ ഉറങ്ങിപ്പോയി എന്ന് പറയേണ്ട പ്രശ്നമൊന്നും ഉണ്ടാവില്ല. നേരെ ആ യന്ത്രം തന്നെ അതിൻ്റെ അകത്ത് നിർമ്മിത ബുദ്ധിയാണോ കൃത്രിമ ബുദ്ധിയാണോ എന്നൊന്നും ആലോചിക്കേണ്ട, അതിൻ്റേതായ നിർദ്ദേശങ്ങൾ കംപ്ലീറ്റ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. അത് അവിടെ ഇരുന്ന് ഓട്ടോമാറ്റിക്കായിട്ട് അത് ചെയ്തുകൊള്ളൂ. ഇത് പണ്ട് നമ്മുടെയൊക്കെ ഈ കൊച്ചിയിൽ നാവിക വിമാനത്താവളം ഉണ്ടായിരുന്നു, അവർക്കും റഡാറുകൾ ഉണ്ടായിരുന്നു. ആ റഡാറിൽ ഒരു 50 കിലോമീറ്റർ അകലെ വിമാനം വരുന്നത് മുതൽ കാണാവുന്നതായിരുന്നു. ഞാനൊക്കെ ഒരിക്കൽ പോയി ഒന്ന് കണ്ടപ്പോൾ ഉള്ളതാണ്. ഇപ്പം അതൊക്കെ ഒന്ന് മാറി. ഇപ്പം ഇത് അങ്ങ് നമ്മുടെ ഭൂചക്രവാളത്തിൻ്റെ ഏത് ഭാഗത്തും ഏതാണ്ട് ഭൂമിയുടെ ഒരു 1/3 ഏരിയ അതിൻ്റെ മുകളിൽ വരുന്ന ഏത് സാധനവും കണ്ടുപിടിക്കാവുന്ന തരത്തിൽ റഡാർ ടെക്നോളജിയും അതിനോട് ബന്ധിപ്പിച്ചിട്ടുള്ള സാറ്റലൈറ്റ് ടെക്നോളജിയും കൂടെ ചേരുമ്പോൾ വന്നിരിക്കുകയാണ്.
അപ്പോൾ പാകിസ്ഥാനിൽ നിന്ന് അല്ലെങ്കിൽ ഇസ്രായേലിൽ നിന്ന് അല്ലെങ്കിൽ ഇറാനിൽ നിന്ന് ഒരു സാധനം പൊങ്ങിക്കഴിഞ്ഞാൽ അതെങ്ങോട്ട് പോകുന്നു, എത്ര മാത്രമുണ്ട്, അതെപ്പോൾ ഇവിടെ വന്നു ചേരും എന്നൊക്കെ കൃത്യമായിട്ട് കണ്ടെത്താൻ ഈ സംവിധാനങ്ങൾക്ക് സാധിക്കും. ആ റഡാർ അറേയിൽ വരുന്ന, അതിൻ്റെ പ്രേക്ഷ്യത്തിൽ വരുന്ന ഏതിനെയും പറ്റിയുള്ള നിർദ്ദേശം അപ്പോൾ തന്നെ ഇതുമായി ബന്ധപ്പെട്ട മറ്റ് കേന്ദ്രങ്ങൾക്ക് കൊടുക്കാനും കഴിയുന്നു. അതനുസരിച്ച് പ്രവർത്തനവും നടക്കും. ഇതിൻ്റെ അകത്ത് അതിനാവശ്യമുള്ള സംഗതികളെല്ലാം ഒപ്പിച്ചു വെച്ചാൽ മാത്രം മതി. മറ്റ് പ്രശ്നങ്ങളൊന്നുമില്ല. ഇത് ഒരു ഭടൻ ഇത് നോക്കി നിന്നുകൊണ്ട് വിലയിരുത്തി ഇത് അവിടം വരെ വരില്ല, ഇതൊരു 100 കിലോമീറ്റർ പുറകിലായിരിക്കും വീഴുക എന്ന് കണക്ക് കൂട്ടുന്ന പ്രശ്നമൊന്നും ഉണ്ടാവില്ല. ഇതെല്ലാം നേരെ കമ്പ്യൂട്ടർ അന്നേരം തന്നെ അനലൈസ് ചെയ്ത് വിത്തിൻ സെക്കൻഡ്സ് അല്ലെങ്കിൽ മില്ലി സെക്കൻഡ്സ് അതിൻ്റെ നിർദ്ദേശം കൊടുക്കും. അത്തരം ഒരു യുദ്ധ മുറയൊക്കെയാണ് ലോകത്ത് കാണുന്നത്. പക്ഷേ ഇങ്ങനെ വലിയ സാങ്കേതിക വിദ്യയുടെയും അതിൽ നമ്മളെ ഞെട്ടിപ്പിക്കുന്നതോ അല്ലെങ്കിൽ അമ്പരപ്പിക്കുന്നതോ ഒക്കെയായ ഈ സാങ്കേതിക വിദ്യയൊന്നും ഈ യുദ്ധത്തിൻ്റെ കെടുതിയിൽ നിന്ന് നമ്മളെ അകറ്റേണ്ട കാര്യമില്ല. പഴയതുപോലെ ഭടന്മാർ മുന്നോട്ട് പോയിട്ട് മരിക്കുന്നില്ല, വെടിയുണ്ട ഏറ്റുമരിക്കാനായിട്ട് പോകുന്നില്ല, സമ്മതിച്ചു. പക്ഷെ നാശവും ദുരിതവും പ്രയാസവും ഒരു സമൂഹത്തിൻ്റെ വളർച്ചയും എല്ലാം തടസ്സപ്പെടുത്തുന്ന രീതിയിൽ തന്നെയാണ് യുദ്ധം എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് യുദ്ധങ്ങൾ ഒരിക്കലും അവസാനിക്കാത്തത്. അത് നിങ്ങൾ കല്ലുകൊണ്ട് ഉള്ള യുദ്ധമാണെങ്കിലും അമ്പ് കൊണ്ടുള്ള യുദ്ധമാണെങ്കിലും അതല്ല കുറച്ചുകൂടി വലിയ ആയുധങ്ങൾ കൊണ്ടുള്ള തോക്ക് കൊണ്ടുള്ള യുദ്ധമാണെങ്കിലും ഇപ്പോഴത്തേതുപോലുള്ള അത്യാധുനിക സംവിധാനങ്ങൾ ഉപയോഗിച്ചുള്ള യുദ്ധമാണെങ്കിലും ഇതെല്ലാം ഒരു സമൂഹത്തിൻ്റെ വളർച്ചയെയാണ്, ഒരു സമൂഹത്തിൻ്റെ പുരോഗതിയെയാണ്. അവിടെ പ്രവർത്തിക്കുന്ന, അവിടെ ജീവിക്കുന്ന, അവിടെ വളരുന്ന, അവിടെ വളരേണ്ട മനുഷ്യരുടെ വളർച്ചയും പുരോഗതിയുമാണ് തടസ്സപ്പെടുത്തുന്നത്. നമ്മളൊക്കെ ഒരു കാലത്ത് യുദ്ധം എന്ന് പറഞ്ഞാൽ അകലെ നടക്കുന്ന എന്തോ കാര്യമായിട്ടാണ് ധരിച്ചിട്ടുള്ളത്. ഇപ്പോൾ കേരളമൊക്കെ കണ്ടിട്ടുള്ള യുദ്ധങ്ങൾ എന്ന് പറഞ്ഞാൽ എവിടെയെങ്കിലുമൊക്കെ ചെറിയ കുന്തവും വാളും കൊണ്ടുള്ള ചെറിയ പോരാട്ടങ്ങളൊക്കെ ആയിരുന്നു. നമുക്കൊരിക്കലും യുദ്ധത്തിൻ്റെ കെടുതികൾ അനുഭവിക്കേണ്ടി വന്നിട്ടില്ല. അതേസമയം ഉത്തരേന്ത്യക്കാരൊക്കെ വലിയ വലിയ യുദ്ധക്കെടുതികൾ അനുഭവിച്ചിട്ടുള്ളവരാണ്. കേരളത്തിൽ തന്നെ ടിപ്പുവിൻ്റെ ഒരു പടയോട്ട കാലത്താണ് വലിയ തോതിലുള്ള ഒരു യുദ്ധത്തിൻ്റെ മുഴക്കം നമ്മൾ കേട്ടത്. പക്ഷെ അതും വടക്കൻ മലബാറിലേക്ക് മാത്രമായിട്ട് ഒതുങ്ങി. തെക്കൻ കേരളത്തിലേക്ക് അതിൻ്റെ പ്രശ്നങ്ങളൊന്നും വന്നില്ല. ഇപ്പോൾ അങ്ങനെയല്ല. ഇതൊക്കെ ഇങ്ങനെ നടക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കുന്നു എന്നുള്ളതല്ല, ആ കാണുന്നതിൻ്റെ രസവും ഹരവും അല്ല പ്രശ്നം. ഇതൊരു സമൂഹത്തിൻ്റെ, ഒരു രാജ്യത്തിൻ്റെ, ജനങ്ങളുടെ വളർച്ചയെ തടസ്സപ്പെടുത്തുന്നു, തടയുന്നു. ഒരു യുദ്ധം വരുന്നു. ഇപ്പോൾ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ യുദ്ധം നടക്കും. ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ യുദ്ധം നടക്കുമ്പോൾ കേരളത്തിൽ നിന്നുള്ള വെറ്റില കച്ചവടം ബുദ്ധിമുട്ടാവുന്നു എന്നുള്ളത് മാത്രമല്ല പ്രശ്നം. പണ്ട് യുദ്ധത്തിന് വരുന്ന ഏറ്റവും വലിയ പ്രശ്നമായിട്ട് കണക്കാക്കിയിരുന്നത് നമ്മുടെ വെറ്റില അങ്ങോട്ട് അയക്കാൻ പറ്റുന്നില്ല, നമ്മുടെ വേറെ ചില സാധനങ്ങൾ അയക്കാൻ പറ്റുന്നില്ല എന്നൊക്കെയാണ്. അപ്പം അതൊന്നുമല്ല. ഇന്ത്യയുടെയും പാകിസ്ഥാന്റെയും ജനങ്ങളുടെ പുരോഗതിയാണ് അതിൻ്റെ അകത്ത് തടസ്സപ്പെടുക. ഇവിടെ ഇവിടേക്ക് വരാൻ ഇപ്പോൾ കൊള്ളൂല്ല. ലോകരാജ്യങ്ങളിലുള്ള ടൂറിസ്റ്റുകൾ തീരുമാനിക്കും, അയ്യോ അത് ശരിയാവില്ല, അവിടെ എല്ലാം യുദ്ധമാണ്, യുദ്ധം എങ്ങനെ പോകുമെന്ന് ആർക്കും പറയാൻ പറ്റത്തില്ലല്ലോ, നമ്മൾ അങ്ങോട്ട് പോകണ്ട. അപ്പോൾ ടൂറിസം എന്ന് പറയുന്ന ഒന്നിനെ ആശ്രയിച്ച് വരുമാനം കണ്ടെത്താമെന്ന് കരുതിയിരുന്ന എത്രയേറെ പേരുടെ കാര്യമാണ് ബുദ്ധിമുട്ടിലാവുക ഇന്ത്യയിലും പാകിസ്ഥാനിലും. അപ്പോൾ ഈ ടൂറിസം വരുമാനം എനിക്ക് കഴിഞ്ഞ വർഷം ഇത്ര ലക്ഷം രൂപ കിട്ടി, ഈ വർഷം ഇത്ര കിട്ടുമായിരിക്കും, അതുകൊണ്ട് എൻ്റെ മകൻ്റെ അല്ലെങ്കിൽ മകളുടെ ഇന്ന സ്ഥലത്തെ വിദ്യാഭ്യാസം അല്ലെങ്കിൽ അവൻ്റെ ഉപരിപഠനം നടത്താൻ കഴിയും എന്ന് സ്വപ്നം കണ്ടിരുന്ന എത്ര മാതാപിതാക്കൾ ബുദ്ധിമുട്ടിലാവും. ഈ ടൂറിസ്റ്റ് കേന്ദ്രങ്ങളിലേക്ക് ആൾക്കാർ വരുന്നില്ല എന്നുണ്ടെങ്കിൽ ആ ടൂറിസ്റ്റ് കേന്ദ്രങ്ങളിൽ ജോലി ചെയ്യുന്ന എത്രയോ സാധു ജനങ്ങൾ ബുദ്ധിമുട്ടിലാകും. ഇത് ടൂറിസത്തിൻ്റെ മാത്രമല്ല, മറ്റെത്ര മേഖലകൾ. ഇന്ത്യയിലേക്ക് പണം മുടക്കാൻ തയ്യാറായി വരുന്ന വിദേശ കമ്പനികൾ കുറച്ച് കഴിയട്ടെ, യുദ്ധമൊക്കെ എന്താകുമെന്ന് തീരുമാനിക്കുക. യുദ്ധം എന്താകുമെന്ന് തീരുമാനിച്ചതിന് ശേഷം, സംഘർഷാവസ്ഥ മാറിയതിന് ശേഷം മതി ഇവിടെ വന്ന് കോടികൾ മുടക്കുന്നത് എന്ന് ആ കമ്പനികൾക്ക് തീരുമാനിക്കാം. അപ്പം ഇത് നമ്മൾ കുറച്ചുകൂടി വിശാലമായിട്ടൊന്ന് ആലോചിച്ച് കഴിഞ്ഞാൽ മനുഷ്യരാശിയെ തന്നെയാണ് ഈ ബുദ്ധിമുട്ടിക്കുന്നത്. യുദ്ധം എന്ന് പറയുന്നത് ഏത് രൂപത്തിലാണെങ്കിലും നേരെ ചോര ചിന്തുന്നില്ല എന്നേ ഉള്ളൂ. ചോര ചിന്തുന്നില്ല എന്നുള്ളത് കൊണ്ട് മനുഷ്യന് ദുരിതം ഒഴിവാകുന്നില്ല.
നമ്മുടെയൊക്കെ ഒത്തിരിയേറെ പേരുടെ വളർച്ചയുടെ സാമ്പത്തിക കാര്യങ്ങളുടെ ഒക്കെ സ്വപ്നങ്ങളാണ് ഈ യുദ്ധത്തിൻ്റെ പശ്ചാത്തലത്തിൽ പോകുന്നത്. പണ്ടത്തേതിനെ അപേക്ഷിച്ച് ഇതൊക്കെ വലിയ പ്രശ്നമാണ്. പണ്ടിപ്പോൾ ഒരു യുദ്ധമൊക്കെ പൊട്ടിപ്പുറപ്പെട്ട് കഴിഞ്ഞാൽ 2 കൊല്ലം കഴിയുമ്പോഴായിരിക്കും അതിൻ്റെ പേരിൽ കുരുമുളകിൻ്റെ വില താഴുന്നതും അരിയുടെ വില കൂടുന്നതും. കാരണം കപ്പലിൽ വരുകയും പോവുകയും ചെയ്യുന്ന കാര്യങ്ങളാണ് അതെല്ലാം. ഇപ്പം അങ്ങനെയല്ല. ഇപ്പോൾ അനുനിമിഷം ഇതിൻ്റെ വ്യത്യാസങ്ങൾ വരികയാണ്. യുദ്ധം പൊട്ടിപ്പുറപ്പെടുന്നു, ഉടനെ തന്നെ റബ്ബറിന് വില കുറയുന്നു, അല്ലെങ്കിൽ അവിടെ വളർച്ച കുറയും, അല്ലെങ്കിൽ അവിടെ പ്രശ്നമാകും, അവിടേക്ക് ഇത് പോകില്ല, അവിടെ ഇതിൻ്റെ സംസ്കരണം നടക്കില്ല. അപ്പോൾ അങ്ങനെ നമ്മുടെ സാമ്പത്തിക മേഖലയെ, നമ്മുടെ ജീവിത സാഹചര്യങ്ങളെയൊക്കെ ഇത് ഭീഷണിപ്പെടുത്തുന്നു. ഇപ്പോൾ യുദ്ധമെന്ന് പറയുന്നത് അകലെ നടന്നാലും അടുത്തു നടന്നാലും അതിൻ്റെ ഇമ്പാക്റ്റ് എന്ന് പറയുന്നത് ഇങ്ങനെയാണ്. ആ ഇമ്പാക്റ്റിൽ നമ്മുടെ എത്ര കുടുംബങ്ങൾ, കേരളത്തിൽ നിന്ന് ഏതാണ്ട് 1 ലക്ഷത്തിലേറെ സ്ത്രീകൾ ഇസ്രായേലിൽ കെയറർമാരായിട്ട് ജോലി ചെയ്യുന്നുണ്ട് എന്നാണ് പറയപ്പെടുന്നത്. കൃത്യമായ കണക്കൊന്നും ആർക്കുമില്ല. പലതും ആ രാജ്യത്തേക്ക് പോയതായിട്ട് പോലും അല്ല രേഖകൾ, വേറെ പല രാജ്യങ്ങളിലേക്കും പോയതായിട്ടുള്ള രേഖകളും ഒക്കെ വെച്ചാണ് ഒത്തിരിയേറെ പേര് അവിടെ പോയിരിക്കുന്നത്. ആ കുടുംബങ്ങൾ, ഓരോരുത്തർക്കും ഓരോ കുടുംബമുണ്ട് എന്ന് സങ്കല്പിച്ചാൽ ആ 1 ലക്ഷം കുടുംബങ്ങൾ എത്രമാത്രം ആദിയും വിഷമവും അനുഭവിച്ചിട്ടുണ്ട് ഈ ദിവസങ്ങളിൽ. അതിൻ്റെ അനന്തരഫലങ്ങൾ എന്താണ്? കുറച്ച് പേരെങ്കിലും ഇനി ആ പ്രദേശത്ത് നിൽക്കണ്ട, എന്നാ മിസൈൽ വന്ന് വീണ് മരിക്കുന്നതെന്ന് കരുതി വിഷമിക്കണ്ട, നമുക്കിന്ന് പോരെ, നമ്മുടെ വീട് പണിയും നമ്മുടെ വാഹനം വാങ്ങിക്കലും അല്ലെങ്കിൽ മക്കളുടെ ഉപരിപഠനവും ഒക്കെ തൽക്കാലത്തേക്കൊന്ന് പെൻഡിങ്ങിൽ വയ്ക്കാം, അതൊക്കെ പിന്നെ എന്തെങ്കിലും സാധിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് പരിപാടികൾ, അതായത് അവിടുത്തെ ജോലി ഉപേക്ഷിക്കുന്നവർ വരെ ഉണ്ടാവും. അത് ഇതുപോലെ വേറെ പല കാര്യങ്ങളും. അപ്പം ലോകം ഒരുവിധം സമാധാനപരമായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ നമുക്ക് ഒത്തിരിയേറെ കാര്യങ്ങൾ സുരക്ഷിതമായിട്ടും സുഗമമായിട്ടും നടക്കും. അങ്ങനെ അല്ലാതെ വരുമ്പോൾ നമ്മുടെ ഒത്തിരിയേറെ കണക്കുകൂട്ടലുകൾ താളം തെറ്റും. അത് നമ്മുടെ ഇവിടെ മാത്രമല്ല, എല്ലായിടത്തും. ഇപ്പോൾ ഇന്ത്യയും കാനഡയും തമ്മിൽ ഖാലിസ്ഥാൻ തീവ്രവാദികളെ കൊല്ലാമോ ഇല്ലയോ എന്നുള്ളതിനെ സംബന്ധിച്ചുള്ള തർക്കത്തിൻ്റെ പേരിൽ 2 വർഷമായിട്ട് ഇന്ത്യയിൽ നിന്ന് കാനഡയിലേക്കുള്ള ചെറുപ്പക്കാരുടെ യാത്ര മുടങ്ങിയില്ലേ? എത്ര പേരുടെ കണക്കുകൂട്ടലുകൾ പിഴച്ചു. അവിടെ തന്നെ പോയ ഒത്തിരിയേറെ പേർക്ക് ആ ചെന്നതിൻ്റെ അടിസ്ഥാനത്തിലുള്ള അടുത്ത പുരോഗതി, PR തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളിലേക്ക് കടക്കാൻ പറ്റാതെ വരുന്നു. എത്രയോ കുടുംബങ്ങളുടെ സ്വപ്നങ്ങളാണ് പൊലിയുന്നത്. അപ്പൊ ഇത് ഇങ്ങനെ ചെറിയ കാര്യങ്ങളാവും. അത് എവിടെയെങ്കിലും സംഭവിച്ചതാകാം, പക്ഷെ എല്ലാവരെയും ബാധിക്കും. യുക്രൈനിൽ യുദ്ധം തുടങ്ങിയപ്പോൾ എത്രയോ പേരാണ് ഉന്നത പഠനം അവിടെ നടത്തിക്കൊണ്ടിരുന്നത് നിർത്തി ഇവിടെ തിരിച്ചു വരേണ്ടി വന്നത്. യുക്രൈൻ കിഴക്കൻ യൂറോപ്പിൽ വളരെ ചെലവ് കുറഞ്ഞ രീതിയിൽ പഠനം നടത്താൻ പറ്റുന്ന ഒരു കേന്ദ്രമാണ്. അവിടെ പോയി MBBS ഒക്കെ എടുത്തുകൊണ്ട് വരാൻ എളുപ്പമാണ് എന്നൊക്കെ ഉള്ളതുകൊണ്ട് ഒത്തിരി പേര് അവിടെ പോയിരുന്നു. പക്ഷേ യുദ്ധം തുടങ്ങിക്കഴിഞ്ഞപ്പോൾ അവരുടെ കണക്കൂട്ടലുകളെല്ലാം പിഴച്ച് ഇവിടെ തിരിച്ചു വന്ന് പിന്നീട് എവിടെയെങ്കിലും ഒരു ഈക്വലൈസേഷൻ ടെസ്റ്റ് കിട്ടണമേ എന്ന് അപേക്ഷിച്ച് 1-2 തവണ ഗവൺമെൻറ് നടത്തി കൊടുത്തു എന്ന് തോന്നുന്നു. അതൊക്കെ പാടുപെട്ടാണ് അവർക്ക് അനേക വർഷങ്ങൾ കഴിയേണ്ടി വന്നു. 2-3 വർഷമൊക്കെ അവർക്ക് പലർക്കും നഷ്ടപ്പെട്ടിട്ടുണ്ടാവും. അപ്പോൾ ഇതെന്ന് പറയുന്നത് ഒരിടത്ത് മാത്രം ഒതുങ്ങുന്നതല്ല. ലോകം ഒത്തിരിയേറെ പരസ്പര ബന്ധിതമാണ്. ആ പരസ്പര ബന്ധിതമായ ലോകത്തിൽ ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ പണ്ടത്തേതിനേക്കാൾ വളരെ കൂടുതൽ ആഘാതമാണ് ഏൽക്കുക. പണ്ടത്തേതിനേക്കാൾ വളരെ കുറച്ചാഘാതം മാത്രം ഉണ്ടാക്കുന്നതാണ് ഈ യുദ്ധങ്ങളെന്ന് പറയുമ്പോൾ തന്നെ പണ്ടത്തേതിനേക്കാൾ നമ്മുടെ ജീവിതത്തിനും നമ്മുടെ ജീവിതാവസ്ഥകൾക്കും ഇത് കൂടുതൽ ആഘാതം ഉണ്ടാക്കും. അപ്പോൾ യുദ്ധവും സമാധാനവും സംബന്ധിച്ചാണ് സംസാരിക്കാൻ പറഞ്ഞത്. പശ്ചിമേഷ്യയിൽ ഇങ്ങനെ ഒരു യുദ്ധവും അതിൻ്റെ ഭാവിയിൽ അതിൻ്റെ തുടർച്ചയായിട്ട് സമാധാനവും എന്ന് പറയുമ്പോൾ ഞാനും ഒക്കെ ആഗ്രഹിക്കുന്നത് സമാധാനമാണ്. പക്ഷേ സംഘർഷഭരിതമായ ഒരു സമാധാനം മാത്രമേ നമുക്ക് മുന്നിൽ കാണാൻ സാധിക്കുകയുള്ളൂ. ലോകത്തിൽ ആദ്യം പറഞ്ഞതുപോലെ ഒരു യുദ്ധവും ഒരിക്കലും അവസാനിച്ചിട്ടില്ല. അത് ഏതെങ്കിലും രൂപത്തിൽ അതിൻ്റെ കനൽ അതിനടിയിൽ കിടക്കും. ആ കനൽ എപ്പോഴെങ്കിലും ആരെങ്കിലും ഊതി വീർപ്പിച്ച് മുന്നോട്ട് കൊണ്ടുപോയെന്ന് വരും.
അതുകൊണ്ടാണല്ലോ നവനാസികൾ എന്ന് പറയുന്ന വിഭാഗം ഉയർന്നു വരുന്നതിനെ പറ്റി യൂറോപ്പിലും മറ്റുമൊക്കെ ആശങ്കകൾ ഉണ്ടാകുന്നത്. നാസി നേതാവ് അഡോൾഫ് ഹിറ്റ്ലർ അവിടെ അധികാരത്തിൽ എത്തിക്കഴിഞ്ഞപ്പോൾ ഉണ്ടായ ദുരന്തങ്ങൾ അനുഭവിച്ചറിഞ്ഞ ഒരു സമൂഹം ഇനിയും അതേ ചിന്താഗതിയെ വെച്ചു പുലർത്തുന്നവര് അവിടെ ഉയർന്നു വരുമ്പോൾ ആശങ്കപ്പെടുന്നു. സ്വാഭാവികമാണ്. കാരണം ആ നാസി പ്രമാണങ്ങളോ ആശയങ്ങളോ മരിച്ചു പോയിട്ടില്ല. ആൾക്കാരും പ്രയോക്താക്കളും അത് പ്രയോഗിക്കുന്നവരും മാത്രമേ മരിച്ചിട്ടുള്ളൂ. അതിൻ്റെ ഭരണ സംവിധാനങ്ങളും സെറ്റപ്പുകളും മാത്രമേ പോയിട്ടുള്ളൂ. ആ നാഷണൽ സോഷ്യലിസ്റ്റ് പാർട്ടി ചിലപ്പോൾ ഇല്ലാതായി കാണാം. അഡോൾഫ് ഹിറ്റ്ലറും അദ്ദേഹത്തിൻ്റെ ലെഫ്റ്റനന്റുമാരും എല്ലാം പോയി. പക്ഷെ നാസി സിദ്ധാന്തം പോയിട്ടില്ല. ബെനീറ്റോ മുസോളിനിയുടെ ഫാഷിസം, ആ ഭരണകൂടം അവസാനിച്ചു, മുസോളിനിയും ചത്തുപോയി. പക്ഷേ ഫാഷിസ്റ്റ് പ്രവണതകൾ ലോകത്ത് അവസാനിച്ചിട്ടില്ല. അതെല്ലാം ഇവിടെ കിടക്കുകയാണ്. അത് പിന്നീട് എവിടെയെങ്കിലുമൊക്കെ പൊങ്ങി വരുക. അപ്പോൾ ഇവിടെയുമുള്ള പ്രശ്നം ഇതാണ്. അങ്ങനെ ഒരു രാജ്യം അവിടെ നിലനിൽക്കണമോ എന്ന് അയൽക്കാർക്ക് ഇങ്ങനെ ശങ്ക. അയൽക്കാർ ഇങ്ങനെ ഞങ്ങളെ ഉപദ്രവിക്കാൻ വേണ്ടിയിട്ട് മാത്രം ശക്തരാകുന്നത് അനുവദിക്കണമോ എന്ന് ഇവർക്കൊരു ശങ്ക. ഇവിടെ ഇപ്പോൾ മഹാത്മാഗാന്ധിയുടെ അഹിംസാ സിദ്ധാന്തവും ക്ഷമയും എല്ലാം ചെന്ന് ആരെങ്കിലും പറഞ്ഞാൽ പോലും അതവിടെ യേശുമോ എന്നുള്ളത് നമുക്ക് ആലോചിക്കാവുന്ന കാര്യമുള്ളൂ. വലിയ പ്രയോജനമൊന്നും ഉണ്ടാവില്ല. ഇത് രണ്ട് കാഴ്ചപ്പാടുകൾ തമ്മിലുള്ള വിഷയമാണ്. ആ വിഷയം അതിങ്ങനെ കുറേ കാലത്തേക്ക് തുടരും. എല്ലായിടത്തും ഇടയ്ക്കിടയ്ക്ക് ഏറ്റുമുട്ടലുകൾ ഉണ്ടാവും. ആ ഏറ്റുമുട്ടലുകൾ ആർക്കെങ്കിലുമൊക്കെ താൽക്കാലിക വിജയങ്ങൾ സമ്മാനിക്കും. കുറേ കാലത്തേക്ക് കുറേ പേര് അടങ്ങി ഒതുക്കി ചിലപ്പോൾ നിന്നു വരും. ഇപ്പോൾ പശ്ചിമേഷ്യയിൽ ഉണ്ടായിരിക്കുന്ന ഒരു സാഹചര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേരത്തെ ഉണ്ടായിരുന്ന ശാക്തിക ബന്ധങ്ങളെല്ലാം ഏതാണ്ട് അവസാനിച്ചു. അവരുടെ കാര്യങ്ങളിൽ നേരത്തെ മറ്റു പല രാജ്യങ്ങളും വലിയ തോതിൽ ഇടപെട്ടിരുന്നതാണ്. ചൈനയും റഷ്യയും ഒക്കെ പശ്ചിമേഷ്യൻ രാജ്യങ്ങളിൽ വലിയ സ്വാധീനത്തിലേക്കൊക്കെ വളർന്നു വന്നതാണ്. ഇപ്പോൾ ഏതാണ്ട് അതൊക്കെ ഒന്ന് അവസാനിച്ചു. വീണ്ടും അമേരിക്കയുടെ പ്രാമാണ്യം അവർ അംഗീകരിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇപ്പോൾ അവിടെ മറ്റൊന്നും കൊണ്ടുമല്ല, ഇപ്പോൾ തൽക്കാലം അവരെന്തെങ്കിലും ചെയ്താൽ അതിനെ ചോദ്യം ചെയ്യാൻ ലോകത്തിൽ വേറെ ആരും ഇല്ല എന്ന് അവർ കണ്ടു. ലോകത്തിൽ എല്ലാ കാലത്തും എവിടെയും കണ്ടിട്ടുള്ളത് ശക്തി അല്ലെങ്കിൽ ബലം എന്ന് പറയുന്നതാണ്. കയ്യൂക്കുള്ളവൻ കാര്യക്കാരൻ എന്നുള്ളത് വളരെ സിമ്പിളായിട്ടുള്ള ഒരു കാര്യം. ആ സിമ്പിളായിട്ടുള്ള കാര്യം തന്നെയാണ് ഇവിടെയും നടന്നിരിക്കുന്നത്. കയ്യൂക്കുള്ളവൻ ഇടപെട്ടു, വേറെ ആരും ഒരക്ഷരവും മിണ്ടിയില്ല. ഒന്നും സംഭവിച്ചില്ല. 1990 ഇറാഖിനെ കുവൈറ്റിൽ നിന്ന് അടിച്ചോടിക്കുകയും പിന്നീട് കുറേ കാലം കഴിഞ്ഞപ്പോൾ സദ്ദാം ഹുസൈനെ കൊല്ലുകയും ഒക്കെ ചെയ്തപ്പോഴും ഇത് തന്നെയാണ് സംഭവിച്ചത്. ലിബിയയിൽ മുഅമ്മർ ഗദ്ദാഫിയെ കൊന്നൊതുക്കിയപ്പോഴും ഇത് തന്നെയാണ് സംഭവിച്ചത്. സമീപകാലത്ത് സിറിയയിൽ ബഷർ അൽ അസദിൻ്റെ ഭരണകൂടത്തെ ഇല്ലാതാക്കി അയാളെ നാട് കടത്തിയപ്പോഴും ഇത് തന്നെയാണ് സംഭവിച്ചത്. അഫ്ഗാനിസ്ഥാനിലും ലെബനനിലും ഒക്കെ ഇതിന് സമാനമായ കാര്യങ്ങളാണ് നടന്നത്. ഇതിൻ്റെയൊക്കെ അനന്തരഫലം എന്താണെന്ന് ചോദിച്ചാൽ എല്ലായ്പ്പോഴും എല്ലായിടത്തും ഈ ജേതാവിന് ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ളവരായിരിക്കില്ല പിന്നീട് അവിടെ വരിക. ഇപ്പോൾ അഫ്ഗാനിസ്ഥാനിൽ അവസാനം വന്നു കഴിഞ്ഞപ്പോൾ അമേരിക്കയ്ക്കോ പാശ്ചാത്യ ശക്തികൾക്കോ ഒന്നും ഇഷ്ടമല്ലാത്ത, എന്തിന് തൊട്ടടുത്ത് കിടക്കുന്ന പാകിസ്ഥാന് പോലും ഇഷ്ടമല്ലാത്ത താലിബാൻ അവിടെ കയറി ഭരണം നടത്തും. ആ താലിബാനെ ഈ രാജ്യത്തിൻ്റെ പടിഞ്ഞാറ് വശത്തുള്ള ഇറാനോ പോലും താല്പര്യമില്ല. പക്ഷേ താലിബാൻ അവിടെ സുഖമായിട്ട് ഭരിക്കുന്നു. അതുപോലെ തന്നെയാണ് ഓരോ രാജ്യത്തും സംഭവിച്ചിരിക്കുന്നത്. ഇപ്പോൾ സിറിയയിൽ പാശ്ചാത്യ അനുകൂലമായ ഒരു ഭരണകൂടം ഉണ്ടാക്കാമെന്ന് കരുതിക്കൊണ്ടാണ് അവിടെ ഈ നീക്കങ്ങളെല്ലാം നടത്തിയത്. പക്ഷെ അവസാനം സംഭവിച്ചത് എന്താ? പാശ്ചാത്യരോടും താല്പര്യമില്ല, തൽക്കാലം ഇറാനോടും താല്പര്യമില്ല. അങ്ങനെ ഒരു തീവ്രവാദ മുസ്ലിം വിഭാഗത്തിൻ്റെ ഭരണത്തിലേക്ക് അത് പോയി. ലിബിയയിൽ ഇപ്പോൾ ആരെങ്കിലും ഭരിക്കുന്നുണ്ടോ എന്ന് ലിബിയയ്ക്ക് പോലും അറിയില്ല. അവിടെ ആരെങ്കിലുമൊക്കെ വന്ന് കപ്പം പിരിച്ചു കൊണ്ടുപോകും. പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന എണ്ണ ഖനികൾ, എണ്ണ കിണറുകൾ, അവിടെ ഓരോ വിഭാഗങ്ങൾ വന്നിട്ട് ഈ ആഴ്ചത്തെ കപ്പം കൊണ്ട് തരണമെന്ന് പറഞ്ഞ് പോകുന്നു. അവരൊക്കെ പോകും.
അവരാരും രാജ്യത്തിൻ്റെ വേറെ കാര്യങ്ങളൊന്നും നോക്കുന്നില്ല. നോമിനലായിട്ട് ഒരു ഭരണകൂടം ഉണ്ട് എന്ന് പറയുന്നു, പേരിൽ മാത്രം. പക്ഷെ അവർക്കൊന്നും ചെയ്യാൻ സാധിക്കുന്നില്ല. അപ്പോൾ അത് അങ്ങനെ അരാജകത്വമൊക്കെയാണ് പലയിടത്തും സംഭവിച്ചിട്ടുള്ളത്. അതൊക്കെ ഒരുപക്ഷെ ഇതിൻ്റെയൊക്കെ അനിവാര്യമായ ഒരു ഫലമായിരിക്കാം. എന്തായിരുന്നാലും യുദ്ധങ്ങളുടെ അവസാനം സമാധാനമല്ല. യുദ്ധങ്ങളുടെ അവസാനം വീണ്ടും സംഘർഷത്തിലേക്ക് നീങ്ങാവുന്ന എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ അടിത്തട്ടിലേക്ക് പോകുന്നു എന്നുള്ളത് മാത്രമാണ്. അത് ഒരിക്കലും പ്രശ്നങ്ങൾ പരിഹരിക്കുന്നില്ല. പ്രശ്നങ്ങൾ പരിഹരിക്കുന്നുവെന്ന് ഒത്തിരിയേറെ പേര് കരുതുന്നുണ്ട് എന്നുള്ളത് ഒരു വസ്തുതയാണ്. ലോകത്തിലെ ഒത്തിരി ഭരണാധികാരികൾ അത് അങ്ങനെയാണ് കരുതുന്നത്. ഈ ഭരണാധികാരികൾക്ക് കൈയടിക്കുന്നവർ അടിച്ചു തകർക്കട എന്ന് പറയുന്നവരുണ്ട്. ഈ അടിച്ചു തകർക്കുക എന്നുള്ളതിനപ്പുറത്തേക്ക് അതിൻ്റെ അനന്തരഫലം എന്താണ് എന്ന് ഇവരാരും ചിന്തിക്കാറില്ല. അപ്പോൾ അങ്ങനെ ഉള്ള സാഹചര്യങ്ങളിൽ ഇത് സമാധാനം എന്ന് പറഞ്ഞത് സമാധാനത്തെയാണോ മറ്റോ അല്ലെങ്കിൽ വലിയ കൊടുങ്കാറ്റിന് മുമ്പുള്ള ശാന്തതയാണോ വിവക്ഷിക്കുന്നത് എന്ന് എനിക്കും വ്യക്തമല്ല. ഏതായിരുന്നാലും അത് നീണ്ട ഒരു ശാന്തതയാകട്ടെ എന്നുള്ളൊരു പ്രാർത്ഥന മാത്രമാണുള്ളത്. അത്രയും നമ്മുടെയൊക്കെ ആയുഷ്കാലത്തേക്ക് നീളുന്ന ഒരു ശാന്തതയാണ് എന്നുണ്ടെങ്കിൽ അത്രയും കാലം സ്വസ്ഥമായിട്ട് നമുക്ക് കഴിയാമല്ലോ എന്ന ഒരു ചിന്ത മാത്രം. അപ്പോൾ ഇങ്ങനെ ഒരു അവസരം ഇവിടെ ഇതേപ്പറ്റിയുള്ള ചില ആശയങ്ങൾ പങ്കുവയ്ക്കും.